ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. പീലി ചാർത്തി മാല ചുറ്റി മോടിയാർന്ന മുടി കുന്തളങ്ങളിണങ്ങുന്ന ഗോപിയുള്ള നെറ്റി നമ്മളെ തണുപ്പിപ്പാനായി തെല്ലിളകും ചില്ലി ശ്രോത്രവീഥി കവിഞ്ഞേഴും നേത്രനീരജങ്ങൾ എള്ളിനുള്ളിൽ ഭള്ളകറ്റാനുള്ള നല്ല നാസ കുണ്ടലങ്ങൾ നീഴലിക്കും കോമളഗണ്ഡങ്ങൾ ഉണ്ണുവാനായി നിരന്തരം വേണു തേടും ചുണ്ടും ഷണ്ഡശംഖിന്നിയറ്റുന്ന നീണ്ട കണ്ഠനാളം താരിൽ മങ്ക താരാട്ടിനായി തീറുവിറ്റ മാറും രണ്ടു നല്ല മംഗമാരെ പൂണ്ടരുളും കൈകൾ മാമുനീന്ദ്ര ചരണാംഗം മാറിലാടും മാല വൈനതേയ വേഗം മൂലം കാറ്റിലാടും പട്ടും ഓമനക്കാലടിയണി പൊന്മണിത്തളകൾ നീരെഴുന്ന നീരദത്തിൽ നേരിൽ നിന്ന നീരം പക്ഷപാത സാമഘോഷ പക്ഷപാതനാട്യം തുമ്പിയാലേ മലർ ചാർത്തി കുമ്പിടും ഗജേന്ദ്രൻ മുന്നിലേവം ഹരിയെത്താൻ മിന്നി മിന്നി കണ്ടു ചക്രപാണി പാണി സ്പർശാത് നക്രപാശം പൊട്ടി പുഞ്ചിരിത്തു മലർത്തൂകി പൊഞ്ചിലമ്പണിഞ്ഞു നെഞ്ചിലാകും മാല കാഞ്ചി അഞ്ചിത പൊമ്പട്ടും നെഞ്ചിലാടും മാല കാഞ്ചി അഞ്ചിത പൊൻപട്ടും കങ്കണവുമണിഞ്ഞുടൻ പങ്കജാക്ഷാഘ്രിയിൽ വീണുബാഷ്പം തൂകി തൂകി കേണുമുത്തിൽ മുങ്ങി രണ്ടു താർക്ഷ്യന്മാരിലേറി രണ്ടു പേരുമോപ്പം അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണ്ണം ചേർന്ന വാനിൽ ചേലിയറ്റി പൊങ്ങി അമ്പകർന്നോരുംബർഗോനും അമ്പരന്നോടുമ്പോൾ അഗ്നി തൊട്ട ദേവവർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ രാധാ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ രാധാ കൃഷ്ണ കൃഷ്ണ രാധാ കൃഷ്ണ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്ന അന്यांശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. ഓം
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ശേഷം വീണ്ടും മന്വന്തരങ്ങൾ വർണ്ണിച്ചു വരുന്നു. താമസമന്വന്തരത്തിലാണല്ലോ ഭഗവാൻ ഹരിയായി അവതരിച്ച് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തത്. ആ താമസമന്വന്തരത്തിന് ശേഷം പിന്നീട് രൈവത മന്വന്തരം. രൈവതനാണ് അഞ്ചാമത്തെ മനു. ആ മന്വന്തരത്തിൽ ഭഗവാൻ വൈകുണ്ഠനായിട്ട് അവതരിച്ചു എന്ന് പറയണം. വികുണ്ഠയുടെ പുത്രനായതുകൊണ്ട് വൈകുണ്ഠൻ എന്ന പേര്. ആ വൈകുണ്ഠൻ, ആ ഭഗവാൻ ലക്ഷ്മീദേവിയുടെ അപേക്ഷ അനുസരിച്ച് സർവലോക നമസ്കൃതമായ വൈകുണ്ഠലോകം നിർമ്മിച്ചു. ആ വൈകുണ്ഠലോകത്തിൻ്റെ മഹത്വമൊക്കെ കുറച്ചു മുന്നേ ഭാഗവത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. പിന്നീട് അടുത്ത മന്വന്തരം ചക്ഷുസൻ്റെ പുത്രനായ ചാക്ഷുഷനാണ് ആറാമത്തെ മനു. ആ മന്വന്തരത്തെ ചാക്ഷുഷ മന്വന്തരം എന്ന് പറയുന്നു. ആ മന്വന്തരത്തിൽ ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ച് പാലാഴി മഥനം ചെയ്ത് ദേവന്മാർക്ക് അമൃത് കൊടുത്തു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അനവധി അവതാരങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. മന്ദരപർവ്വതം കടലിൽ ആണ്ടുപോയ സമയത്ത് ഭഗവാൻ കൂർമ്മരൂപമെടുത്ത് അതിനെ താങ്ങി നിർത്തി. ഇങ്ങനെയൊക്കെ കേട്ട സമയത്ത് ആ പാലാഴി മഥനം കഥ വിസ്തരിച്ച് കേൾക്കണം എന്ന മോഹം പരീക്ഷത്തിന്. അത് വിസ്തരിക്കുന്നു പിന്നീട്. പരീക്ഷത്തിന് ഈശ്വര കഥകളോടുള്ള ഈ താല്പര്യം കണ്ട് ശ്രീശുക ബ്രഹ്മർഷി അദ്ദേഹത്തെ അഭിനന്ദിച്ചതിന് ശേഷം പാലാഴി മഥനം കഥ വിസ്തരിക്കുന്നു. യഥാ ദുർവാസശാപാത് സേന്ദ്രാലോകാസ്ത്രയോ നൃപ നിശ്രീകാശ്ചാഭവംസ്തത്ര നേഷുരിജ്യാതയ ക്രിയാ. പണ്ട് ദുർവാസ മഹർഷിയുടെ ശാപം കൊണ്ട് ദേവന്മാർക്ക് ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ്. എന്തേ മഹർഷി ശപിക്കാൻ കാരണം? ഒരിക്കൽ ദുർവാസ മഹർഷി ദേവലോകത്ത് പോയ സമയത്ത് അപ്സര സ്ത്രീകൾ അദ്ദേഹത്തിനൊരു മാല സമർപ്പിച്ചു. ആ മാല വളരെ സന്തോഷത്തോടു കൂടി ആദരവോടുകൂടി അദ്ദേഹം ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രന് സമ്മാനിച്ചു. ഇന്ദ്രനാവട്ടെ അത് വാങ്ങി ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു. എന്നിട്ട് തൻ്റെ മുടിയൊന്ന് ഒതുക്കി കെട്ടാൻ തുടങ്ങി. ആ പൂവിൻ്റെ, ആ മാലയുടെ സുഗന്ധം ആസ്വദിച്ചെത്തിയ വണ്ടുകളുടെ ശല്യം സഹിക്കവയ്യാതെ ഐരാവതം, ആ ആന, ആ മാല എടുത്ത് നിലത്തിട്ട് ചവിട്ടി അങ്ങോട്ട് അരച്ചു. ഇത് കണ്ട് ദുർവാസ മഹർഷിക്ക് ദേഷ്യം വർദ്ധിച്ചു. അദ്ദേഹം ശപിച്ചു. ആരെ ശപിച്ചു? ഇന്ദ്രനെ. ഇന്ദ്രനെ മാത്രമാണോ? അല്ല, ദേവന്മാരെ മുഴുവൻ. കാരണം താൻ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സമർപ്പിച്ച ഈ മാല ആനയാണ് ചവിട്ടി അരച്ചത്, ശരി തന്നെ. പക്ഷേ ഇന്ദ്രൻ്റെ അശ്രദ്ധ കൊണ്ടല്ലേ. ഇന്ദ്രനിങ്ങനെ അശ്രദ്ധ ഉണ്ടാവാൻ കാരണം എന്താ? ഐശ്വര്യം ധാരാളം ഉള്ളതുകൊണ്ട്. ഇന്ദ്രനെന്നല്ല, ഈ ദേവന്മാർക്കൊക്കെ കുറച്ചു കാലമായിട്ട് കുറച്ച് അഹങ്കാരമുണ്ട്. ഐശ്വര്യം ഉള്ളതിൻ്റെ അഹങ്കാരമാണ്. അതുകൊണ്ട് ആ അഹങ്കാരം നശിക്കാൻ ഇവരുടെ ഐശ്വര്യം ഇല്ലാണ്ടായാൽ മതി. അതുകൊണ്ടല്ലയോ ദേവന്മാരെ, നിങ്ങളുടെ ഐശ്വര്യം പാലാഴിപ്പോയി മുങ്ങട്ടെ, നിശ്രീകാഹ ഭവന്തു, ഐശ്വര്യമില്ലാത്തവരായി പോട്ടെ എന്ന് ഈ ദുർവാസ മഹർഷി ശപിച്ചു. അതോടുകൂടി ദേവന്മാരുടെ ഐശ്വര്യം നഷ്ടപ്പെട്ടു. ദേവന്മാർക്കൊക്കെ വലിയ പ്രയാസമായി. ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് ബ്രഹ്മദേവനെ നമസ്കരിച്ച് ഈ ദുർവാസ മഹർഷിയുടെ ശാപം, ആ വൃത്താന്തം അറിയിച്ചു. ബ്രഹ്മാവട്ടെ ആ ദേവന്മാരെയൊക്കെ കൂട്ടി പാലാഴി ചെന്ന് ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. അവിക്രിയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കലമപ്രതർക്യം മനോഗ്രയാനം വചസാ നിരുക്തം നമാമഹേ ദേവവരം വരേണ്യം. അവിക്രിയം, ചലനമില്ലാത്തവനും. ഒരു ചലനവും ഭഗവാനില്ല. അങ്ങ് ചലനമില്ലാത്തവനാണ്, സത്യസ്വരൂപനാണ്. അങ്ങയ്ക്ക് ആദിയും ഇല്ല, അന്തവും ഇല്ല. സകല ജീവജാലങ്ങളുടെയും ഹൃദയ ഗുഹയിൽ എപ്പോഴും അങ്ങിരിക്കുന്നുണ്ട്. ഒരു കളങ്കവും അങ്ങയ്ക്കില്ല. അങ്ങയാവട്ടെ ആർക്കും മോഹിച്ചറിയാൻ സാധിക്കൂല്ല. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങയ്ക്കായിട്ട് നമസ്കാരം. ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അങ്ങാണ്. അഖണ്ഡ ബോധസ്വരൂപമായ ബ്രഹ്മമാണ്. അങ്ങ് ചലനമില്ലാത്തവനാണ്. ചലനമില്ല എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് ജനനം, വികാരം, മരണം ഇതൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ ചലനം എന്ന് പറഞ്ഞത്. ഉണ്ടാവും, പിന്നെ മെല്ലെ വളരും, കുറച്ച് കഴിഞ്ഞാൽ ക്ഷയിക്കും, ക്ഷീണിക്കും, ഇല്ലാണ്ടാകും. ഇതൊന്നും അങ്ങേക്കില്ല. ആ കർമ്മചലനങ്ങളൊന്നും അങ്ങേക്കില്ല. അവിക്രിയം, അവിക്രിയനാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ ഭഗവാന് മാറ്റമില്ല. എപ്പോഴും ഒരുപോലെ. മാറ്റമില്ലാത്തതിനെയാണ് സത്യം എന്ന് പറയുക. അതുകൊണ്ട് അങ്ങ് സത്യസ്വരൂപനാണ്. അങ്ങേക്ക് തുടക്കവുമില്ല, അവസാനവുമില്ല. അതുകൊണ്ട് അങ്ങ് അനന്തനാണ്. എന്നാൽ ഇവിടെ കാണുന്ന അനന്തകോടി നാമരൂപങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് ആദ്യനാണ്. എന്നാൽ ഈ ബ്രഹ്മം, ഈ ഭഗവാൻ ആർക്കെങ്കിലും അനുഭവവേദ്യമാണോ? അനുഭവിച്ചറിയാൻ സാധിക്കുമോ?
എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ബോധരൂപനായി ഞാൻ 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 എന്ന് അനുഭവപ്പെടുന്നത് ഈ ഭഗവാനാണ്. അതുകൊണ്ടാണ് ഗുഹാശയം എന്ന് പറഞ്ഞത്. ഹൃദയ ഗുഹയിലിരുന്നു കൊണ്ട് ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് അങ്ങാണ്. ഒരു കളങ്കവും പുരളാത്തവനാണ് അങ്ങ്. ഹൃദയത്തിലുള്ള രാഗദ്വേഷങ്ങളാകുന്ന കാർമേഘങ്ങൾ നീക്കിയാൽ ആ ബോധത്തെ മേഘം നീങ്ങിയ സൂര്യനെ പോലെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ട് ഒരു തരത്തിലും ഒരു കളങ്കം അങ്ങേ കേൾക്കില്ല. നിഷ്കളനാണ്. ഇങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ ഊഹിച്ചറിയാൻ സാധിക്കില്ല, അനുഭവിച്ചറിയാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇതുപോലെ ധ്യാനത്തിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കും, വിചാരത്തിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കും. അല്ലാതെ പൂർണ്ണ രൂപത്തിൽ ഊഹിച്ചറിയാൻ സാധ്യല്ല. അതുകൊണ്ട് അപ്രതർക്യനാണ്. അതാണ് അപ്രതർക്യം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ആ ഭഗവാനെ അറിയാൻ സാധിക്കില്ല. മനസ്സും വാക്കും ഒക്കെ ആ ഭഗവാനിലാണ്. മനസ്സ് പോലും സ്പന്ദിക്കുന്നത് ആ ഭഗവാനിലാണ്. അതുകൊണ്ട് മനസ്സിനെയും കടന്നു നിൽക്കുന്നു ആ ബ്രഹ്മം. മനസ്സിൻ്റെ ഘടകമാണ് വാക്ക്. ആ വാക്കിനെയും മനസ്സിനെയും അതിക്രമിച്ചിരിക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അതിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. പിന്നെ വരേണ്യം എന്ന് പറഞ്ഞാൽ സകലർക്കും പ്രിയതമനുമായ ഭഗവാനെ ആണ് വരേണ്യം. എല്ലാവർക്കും പ്രിയൻ ഭഗവാനാണ്. ആനന്ദസ്വരൂപമാണ് ഭഗവാന്റെ. അതുകൊണ്ട് എല്ലാവർക്കും പ്രിയമാണ്. എല്ലാവർക്കും ഏറ്റവും പ്രിയം തന്നെ തന്നെയാണ്, ആത്മാവിനെയാണ്. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ നമ്മൾ തയ്യാറാണ്. ഗംഭീരമായിട്ടുള്ള സ്തുതി. വിപശ്ചിതം പ്രാണമനോധിയാത്മനാമർത്ഥേന്ദ്രിയാഭാസമനിദ്രമവ്രണം ഛായാതപോ യത്ര നഗൃധ്രപക്ഷൗ തമക്ഷരം ഖം ത്രിയുഗം വ്രജാമഹേ. പ്രാണൻ, മനസ്സ്, ബുദ്ധി, ജീവൻ ഇതൊക്കെ ഉദിക്കുന്നത് അങ്ങയിൽ നിന്നാണ്. അതിൻ്റെയൊക്കെ ജ്ഞാതാവാണങ്ങ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെയും അതിൻ്റെ വിഷയങ്ങളെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നവൻ അങ്ങാണ്. അങ്ങനെയുള്ള അങ്ങ് അവസ്ഥാത്രയ സാക്ഷിയാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ 3 അവസ്ഥകൾക്കും സാക്ഷിയായിട്ടിരിക്കുന്നു. ദുഃഖരഹിതനായിരിക്കുന്നു. വിദ്യയ്ക്കും അവിദ്യയ്ക്കും അതീതനായി ഒരിക്കലും നശിക്കാതെ സർവവ്യാപിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള അങ്ങേ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണോ ജീവന്മാർ മോഹിച്ച് ഇരിക്കുന്നത്, അങ്ങനെ ആ മായയിൽ ഭ്രമിച്ച് സ്വസ്വരൂപം മറന്ന് ഇവിടെ കഴിയുന്നത്, ആ മായാദിനാഥനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്കായിട്ട് നമസ്കാരം. സത്വഗുണപ്രധാനികളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ദേവന്മാർക്ക് പോലും ആ ഭഗവാന്റെ സൂക്ഷ്മതത്വം, ആ സൂക്ഷ്മ സ്വരൂപം അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? പിന്നീട് വിരാട് രൂപനായിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഈ ഭൂമി പാതുതലമായിരിക്കുന്നത് ഏതൊരു ഭഗവാനാണോ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. ഏതൊരു ഭഗവാന്റെ രേതസ്സാണോ ഇവിടെ ജലമായി കാണുന്നത് ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. ഓഷധികളുടെ നാഥനായ ഈ ചന്ദ്രൻ ആരുടെ മനസ്സാകുന്നുവോ ആ മഹാവിഭൂതിപതിയായ ആ സർവേശ്വരൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. അഗ്നി മുഖമായിരിക്കുന്നത് ഏതൊരു ദേവനോ ആ ദേവൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. ഈ സൂര്യൻ ഏതൊരുവന് ചക്ഷുസ്വരൂപനോ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. സകല ജീവജാലങ്ങളിലും ബലമായി വർത്തിക്കുന്ന പ്രാണൻ അത് ഏതൊരു ഭഗവാന്റെ പ്രാണനിൽ നിന്നും ഉത്ഭവിച്ചുവോ ആ ഭഗവാൻ ഞങ്ങളെ പ്രസാദിക്കട്ടെ. ഇങ്ങനെ ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ വിരാട് സ്വരൂപത്തിനെ നമസ്കരിക്കുകയാണ് ഇവിടെ ദേവന്മാർ. അവസാനം പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ മഹിമ വർണ്ണിക്കാൻ സാധിക്കില്ല, ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഈ പഞ്ചഭൂതങ്ങളും കാലവും കർമ്മവും ഗുണങ്ങളും എല്ലാം ഉൾപ്പെട്ട ഈ ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഈ പ്രപഞ്ചം ഏതൊരുവൻ്റെ ഈ മായാജാലമാണ്, ഏതൊരു ഭഗവാൻ സൃഷ്ടിച്ചതാണ്, ഏതൊരു അത്ഭുത പുരുഷൻ്റെ രചനയാണ്. അങ്ങനെയുള്ള ആ അചിന്ത്യ മഹാവിഭൂതിപതിയായിരിക്കുന്ന ഭഗവാനെ അങ്ങ് ഞങ്ങൾ പ്രസാദിക്കണേ. നമോസ്തു തസ്മാ ഉപശാന്തശക്തയേ സ്വാരാജ്യലാഭപ്രതിപൂരിതാത്മനെ ഗുണേഷു മായാരചിതേഷു വൃത്തിഭിർന്ന സജ്ജമാനായ നഭസ്വദൂതയേ. പഞ്ചഭൂതങ്ങളും കാലവും കർമ്മവും ഗുണങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഈ ബ്രഹ്മാണ്ടം, ഈ പ്രപഞ്ചം ഏതൊരു ഭഗവാന്റെ രചനയാണോ ആ ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത മഹിമയുള്ള ആ ഭഗവാനെ അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കണേ. 3 ഗുണങ്ങൾക്കും അതീതനായി, ഗുണാതീതനായി, സദാ ആനന്ദനായി, മായലേശം പോലും സ്പർശിക്കാതെ നിസ്സംഗനായിരിക്കുന്ന ആ ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സത്വന്നോ ദർശയാത്മാനമസ്മത്കരണഗോചരം പ്രപന്നാനാം ദിദൃക്ഷൂണാം സസ്മിതം തേ മുഖാംബുജം.
അങ്ങയുടെ ആ മന്ദഹാസ സുന്ദരമായ മുഖകമലം കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങ് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അങ്ങയുടെ സ്വരൂപം അങ്ങ് കാണിച്ചു തരില്ലേ? എപ്പോഴെപ്പോഴൊക്കെ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ അങ്ങ് പല രൂപത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കാറില്ലേ? അങ്ങനെയുള്ള ഭഗവാനെ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. വിഷയാർത്ഥന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരോരോ കർമ്മങ്ങളൊക്കെ ചെയ്യും, അതിൽ വിഷമാവും കൂടുതലും കിട്ടുക. ക്ലേശഭൂര്യൽപസാരാണി കർമാണി വിഫലാനിവ ദേഹിനാം വിഷയാർത്ഥാനാം ന തഥൈവ അർപ്പിതം ത്വയി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനോഭാവം ശുദ്ധല്ലെങ്കിൽ കാര്യമില്ല. കേമായിട്ടുള്ള കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. മനോഭാവം ശുദ്ധല്ലെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. കുറേ ക്ലേശിച്ച് എന്നാൽ അല്പം മാത്രമേ സാരം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കർമ്മങ്ങൾ പലപ്പോഴും നമുക്ക് ശാന്തി നൽകുന്നില്ല, നമുക്ക് കൃതാർത്ഥത ഉണ്ടാക്കുന്നില്ല, അതൊക്കെ വിഫലങ്ങളാവുന്നു. നേരെ മറിച്ച് അതേ കർമ്മങ്ങൾ, ആ കർമ്മം തന്നെ ഈശ്വര വിചാരത്തോടു കൂടി അങ്ങയിൽ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിലോ അതൊരിക്കലും വിഫലാവില്ല. അത് അല്പമായ കർമ്മമായാൽ പോലും ഈശ്വരാർപ്പിതമായിട്ടാണ് ചെയ്യണതെങ്കിൽ അത് വിഫലാവില്ല. ഏതുപോലെ യഥാഹി സ്കന്ധശാഖാനാം തരോർമൂലാവസേചനം ഏവം ആരാധനം വിഷ്ണോഹോ സർവേഷാം ആത്മനശ്ചഹി. മരത്തിൻ്റെ കൊമ്പിനും ഇലയ്ക്കൊക്കെ വെള്ളം കൊടുത്താൽ അത് കൊമ്പിന് കിട്ടും, ഇലയ്ക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് വേരിലാണ് വെള്ളമൊഴിക്കേണ്ടത്. വേരിൽ വെള്ളമൊഴിച്ചാലോ കടക്കൽ നനച്ചു കഴിഞ്ഞാൽ കൊമ്പിനും കിട്ടും, ഇലയ്ക്കും കിട്ടും, എല്ലാത്തിനും കിട്ടും. ഇതുപോലെ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അത് ലോകത്തിന് നന്മ. തനിക്ക് മാത്രമല്ല, വിഷ്ണു പൂജയായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുകയാണെങ്കിൽ അത് സകലർക്കും പ്രീതികരമായി തീരും. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്കായിട്ട് നമസ്കാരം. അചിന്ത്യകർമാവും നിർഗുണനും സത്വസ്ഥിതനും അപരിച്ഛിന്നനുമായ അവിടേക്ക് നമസ്കാരം എന്ന് പറയാണ്. ഇങ്ങനെ സ്തുതിച്ചും കൊണ്ട് ദേവന്മാർ, ഇങ്ങനെ മനോഹരങ്ങളായ ശ്ലോകങ്ങളെ കൊണ്ട് ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു. ഏവം സ്തുതസ്വരഗണൈഃ ഭഗവാൻ ഹരിരീശ്വര തേഷാമാവിരഭൂദ്രാജൻ സഹസ്രാർക്കോദയദ്യുതി. ദേവന്മാരുടെ ഇപ്രകാരമുള്ള സ്തുതി, വളരെ ഗംഭീരമായ സ്തുതി, ഉപനിഷത്ത് സാരം ഉൾക്കൊള്ളുന്ന സ്തുതിവാക്കുകൾ കേട്ട് ഭഗവാൻ പ്രസന്നനായി. ആ ബ്രഹ്മാവിൻ്റെയും ദേവന്മാരുടെയും മുമ്പിൽ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉയർന്നാൽ എങ്ങനെ? അങ്ങനെ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. ആ ഭഗവാന്റെ പ്രഭയിൽ ദേവന്മാരുടെ കണ്ണുകളൊക്കെ അങ്ങോട്ട് അടഞ്ഞുപോയി. മഞ്ഞപ്പട്ടുടുത്ത് നീലമേഘ ശ്യാമളനായി ദിവ്യാഭരണ ഭൂഷിതനായ ആ ഭഗവാനെ കണ്ട്, ഭഗവാന്റെ ആ മനോഹര രൂപം കണ്ട് ബ്രഹ്മദേവനും പരമശിവനും വീണ് നമസ്കരിച്ചു. കേമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. തം ത്വാം വയം നാഥ സമുജ്ജിഹാനം സരോജനാഭാതിചിരേപ്സിതാർത്ഥം ദൃഷ്ട്വാ ഗതാ നിർവൃതിമദ്യ സർവേ ഗജാദവാർത്ത ഇവ ഗാംഗമംഭ. ഗജാദവാർത്ത ഇവ ഗാംഗമംഭ. അങ്ങയെ കണ്ട സമയത്ത് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ ഏതുപോലെ ചോദിച്ചാൽ, കാട്ടുതീയിൽ പെട്ട് എരിയുന്ന ആനയ്ക്ക് ഗംഗാജലം കിട്ടിയാൽ എങ്ങനെയാ? അതുപോലെയാണ്. എത്രയോ കാലമായിട്ട് അങ്ങയുടെ ഈ രൂപം കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കതാ ഇപ്പം അങ്ങയുടെ രൂപം കണ്ട സമയത്ത് കാട്ടുതീയിൽപ്പെട്ട ആനയ്ക്ക് ഗംഗാജലം കണ്ടാൽ എങ്ങനെയാ? അതുപോലെയാണ് ഞങ്ങളിതാ സന്തുഷ്ടരായി. ഞങ്ങൾ വന്ന കാര്യം അങ്ങേക്ക് അറിയാലോ. സർവ്വ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, സർവജ്ഞനല്ലേ അങ്ങ്. ഈ ദേവന്മാരുടെ ആവശ്യം അങ്ങ് സാധിപ്പിച്ചു തരണം. ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതി കേട്ട ഭഗവാൻ അവരോട് പറയണം, അല്ലയോ ബ്രഹ്മാവേ, പരമശിവ, ദേവന്മാരെ നിങ്ങൾ കേൾക്കൂ. ഇപ്പം പ്രശ്നം എന്താ? ഐശ്വര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, അതും പാലാഴിലല്ലേ പോയി മുങ്ങിയത്. ഒരു കാര്യം ചെയ്യൂ, ആ പാലാഴി കടയൂ. പാലാഴി കടയിൽ പോയിട്ട് ഒരു 10 ലിറ്റർ തൈര് കടയാനുള്ള ശേഷി ദേവന്മാർക്കില്ല. ആ ദേവന്മാരോട് പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ ശക്തന്മാരായിട്ട് കൂട്ടുകൂടൂ. ആരായിട്ടാണ് കൂട്ടുകൂടേണ്ടത്? അസുരന്മാരായിട്ട് കൂട്ടുകൂടൂ. ദേവന്മാർക്ക് ആദ്യമൊക്കെ പ്രയാസം തോന്നി. അസുരന്മാർ എന്ന് പറയുമ്പോൾ ശത്രുക്കളാണ്. ദേവന്മാരും അസുരന്മാരെന്ന് പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചം പോലെയാണ്, ഒരിക്കലും കൂടില്ല, ശത്രുക്കളാണ്. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ വേണ്ടി വരും. എത്ര കാലം എന്ന് കരുതിയിട്ടാണ് ഈ അലോഗ്യമൊക്കെ? സന്ധ്യ ചെയ്യൂ. ഇപ്പം കാലം നിങ്ങൾക്ക് പ്രതികൂലമാണ്, അനുകൂലമാവുന്നത് വരെ നിങ്ങൾ സന്ധ്യ ചെയ്യുക. ചിലപ്പം കാര്യം കാണാൻ വേണ്ടിയിട്ട് വൈരികളായിട്ടും ശത്രുക്കളായിട്ടും സന്ധിയിൽ ഏർപ്പെടേണ്ടി വരും. എലിയും പാമ്പും വരെ സന്ധി ചെയ്തിട്ടുണ്ട്, പിന്നെയാണോ അസുരന്മാരും ദേവന്മാരും തമ്മിൽ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരച്ഛൻ്റെ മക്കളല്ലേ, അതുകൊണ്ട് സന്ധി ചെയ്യൂ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യൂ? ആ പാലാഴി കടയൂ. ആ പാലാഴിയിൽ സകല ഔഷധികളും കൊണ്ടിടുക. പാലാഴി കടയാനുള്ള കടകോല് വേണ്ടേ?
ആ മന്ദരപർവ്വതത്തെ കടകോലാക്കി എടുക്കാം. പിന്നെ കെട്ടാനായിട്ട് കയറ് വേണ്ടേ, അത് ആ വാസുകി പാമ്പിനെ എടുക്കാം. പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ സ്മരിച്ചോളൂ, എൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാവും. ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾ അധ്വാനിക്കൂ, എന്നെ സ്മരിച്ചും കൊണ്ട് അധ്വാനിക്കൂ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, എൻ്റെ സഹായം ഉണ്ടാവും എന്ന് ഭഗവാൻ. ഇതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. നമ്മൾ പരിശ്രമിക്കാണ്ടിരിക്കരുത്. നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ, നിസ്വാർത്ഥമായി അഹങ്കാരമില്ലാതെ കർമ്മം ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, ഇത് സഫലമാവും. നേരെ മറിച്ചൊക്കെ ഭഗവാൻ ചെയ്യട്ടെ എന്ന് കരുതി കാത്തിരുന്നാലോ അത് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഭഗവാന് പറയായിരുന്നു, ദേവന്മാരെ നിങ്ങളൊന്നും ചെയ്യേണ്ട, അവിടെ ഇരുന്നോളൂ എന്ന് പറയാം. പക്ഷെ ചെയ്തിട്ടില്ല. ഇത് കാണിച്ചിരുന്ന പാഠം, നമ്മൾ അധ്വാനിക്കണം, കഠിനാധ്വാനം ചെയ്യണം, പക്ഷേ സ്വാർത്ഥത പാടില്ല. അഹങ്കാരമില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് വിനയത്തോടു കൂടി കർമ്മം ചെയ്താൽ അതിന് ഫലമുണ്ട് എന്ന് കാണിക്കുകയാണ്. ഒരു കർമ്മം ഭംഗിയാവണമെങ്കിൽ 5 ഘടകങ്ങളുണ്ട്. അത് ഗീത പറയും. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാ ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. 5 ഘടകങ്ങളുണ്ട്. ഒന്ന് അധിഷ്ഠാനം, ഒരു വേദി വേണം. തഥാ കർത്ത, ചെയ്യാൻ ആൾ വേണം. പിന്നെയോ കരണം, ഉപകരണം വേണം. പിന്നെയോ പിന്നെ വേണ്ടത് വിവിധാ ച പൃഥക് ചേഷ്ട, പിന്നെ ക്രിയ വേണം. ഇത്രയും ഉണ്ടായിട്ട് കാര്യമില്ല. 5ാമതൊരു ഘടകമുണ്ട്, ദൈവം ചൈവാത്ര പഞ്ചമം. കാലം അനുകൂലമാവണം, പ്രകൃതി അനുകൂലമാവണം, ഈശ്വരാധീനം വേണം. ഈശ്വരാധീനം ഇല്ലെങ്കിലോ എന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ പ്രയത്നിച്ചുകൊണ്ട് മാത്രമായോ? നമ്മൾ പ്രയത്നിച്ചിട്ട് എത്രയോ കാര്യങ്ങൾ നേരാവണ്ണം ആവാതിരിക്കാറുണ്ടല്ലോ, ഇല്ലേ? കേമായിട്ട് പ്രയത്നിച്ചു, എന്നിട്ട് നേരെയായോ? ചിലത് നേരെയാവും, അധികം നേരെ ആവാണ്ടിരിക്കുക പതിവ്. അപ്പം പ്രയത്നം മാത്രം പോരാ, ഈശ്വരാധീനവും വേണം. ഇവിടെ പലപ്പോഴും സംഭവിക്കാറ് എങ്ങനെയാ ചോദിച്ചാൽ, നേരെ ആയാൽ അതിൻ്റെ ക്രെഡിറ്റൊക്കെ നമ്മളെടുക്കും. അഥവാ മോശമായാലോ അതൊക്കെ ഭഗവാനും കൊടുക്കും. കൃഷിയൊക്കെ ചെയ്തു നേരെയായാൽ എൻ്റെ കേമത്തം, എൻ്റെ അധ്വാനം, എൻ്റെ കഷ്ടപ്പാട്, അതിൻ്റെ ഫലമെന്ന് പറയും. അഥവാ മോശമായി പോയാലോ ഭഗവാന്റെ ഓരോ കളി നോക്കൂ, ഒക്കെ നശിപ്പിച്ചു. അങ്ങനെ ചെയ്യരുത്. രണ്ടും ഭഗവാന് കൊടുക്കൂ. നേരെ ആയാലും ഭഗവാന്, ചീത്തയായാലും ഭഗവാന്. ഈ ഭാവമാണ് വയ്ക്കേണ്ടത്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നു, സഹായേന മയാ ദേവാ. നിങ്ങൾ അധ്വാനിക്കൂ, എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ സ്വയം പ്രയത്നിക്കണം എന്നും കാണിച്ചു തരികയാണ്. പുരുഷപ്രയത്നം അനുപേക്ഷണീയമായ വിഷയമാണ്, പ്രത്യേകിച്ച് ആധ്യാത്മിക ജീവിതത്തിൽ. എല്ലാം ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ അത് പറ്റില്ല. പുരുഷപ്രയത്നം വേണം, എങ്കിലേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഗീതയിൽ പറഞ്ഞതുപോലെ മാമനുസ്മര യുദ്ധച്ച. യുദ്ധം വേണമെങ്കിൽ ചെയ്തോളൂ. ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് യുദ്ധം. ആ യുദ്ധം പോലും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. മാമനുസ്മര, എന്നെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനിൽ സമർപ്പിച്ചും കൊണ്ട്, ഈശ്വര വിചാരത്തോടു കൂടി. അങ്ങനെയാണെങ്കിലോ എല്ലാ കർമ്മവും ഈശ്വരനിൽ സമർപ്പിച്ചും കൊണ്ടാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഉത്കൃഷ്ടം തന്നെ. പിന്നെയുള്ള മനോഭാവമാണ് പ്രധാനം. എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല. കൂട്ടത്തിൽ ഒന്നുകൂടി ഭഗവാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു ദേവന്മാരെ. പാലാഴി കടയണ സമയത്ത് കടലിൽ നിന്ന് കാളകൂട വിഷം ഒക്കെ പൊന്തി വരും, അത് കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. പിന്നീട് കടയണ സമയത്ത് മറ്റ് വസ്തുക്കളൊക്കെ പൊന്തി വരും, മനോഹരമായ വസ്തുക്കളൊക്കെ പൊന്തി വരും. അതിലൊന്നും നിങ്ങൾ കൊതിക്കരുത്, നിങ്ങളുടെ ലക്ഷ്യം അമൃതാണ്, അത് മറന്നു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നമ്മൾ ഓർക്കേണ്ട വിഷയം തന്നെയാണ്. പാലാഴി കടയാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് കടയണത്. ഇവിടെ നമ്മൾ ജനിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ഈ മനുഷ്യജന്മം കിട്ടിയത് അമൃത് ലഭിക്കാനാണ്. അമൃതത്വം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ. ഞാൻ മരിക്കാത്തവനാണ് എന്നറിയുക, എപ്പോഴും ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കുക. ആ ആനന്ദ അമൃതമാണ് നമ്മളും മോഹിക്കുന്നത്. അതിനുള്ള വഴിയോ ഈ ജീവിതത്തിൽ ധാർമ്മികമായിട്ട് സഞ്ചരിക്കുക, ഈശ്വര വിചാരത്തോടു കൂടി കഴിയുക, സത്ശാസ്ത്രങ്ങളൊക്കെ ശ്രവിച്ച് മനസ്സ് മഥനം ചെയ്യുക. അതിൽ നിന്ന് ആ അമൃതത്വം ലഭിക്കാൻ സാധിക്കും. ജ്ഞാനമാകുന്ന ജ്ഞാനാമൃതം നമുക്ക് ലഭിക്കും. ആ സഞ്ചാരത്തിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളും വരും, പ്രതിസന്ധികൾ വരും. അതാണ് കാളകൂടം വിഷമായിട്ട് പറഞ്ഞത്. അതിനൊക്കെ ഭഗവാനിൽ സമർപ്പിക്കൂ. ദുർവിചാരങ്ങൾ പൊന്തി വരും, അശുഭചിന്തകൾ വരും. അതിലൊന്നും പെട്ടുപോകരുത്. ആ കാളകൂട വിഷത്തെയൊക്കെ ഗുരുവായിരിക്കുന്ന പരമശിവന് സമർപ്പിക്കുക. പിന്നെയും മുന്നോട്ട് പോവുക, നിരന്തരം വിചാരം ചെയ്യുക, മനനം ചെയ്യുക, നിധിധ്യാസം ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം വിശിഷ്ട വസ്തുക്കളൊക്കെ കിട്ടിയെന്ന് വരും, പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരും. ആ പ്രലോഭനങ്ങളിലൊന്നും വീണു പോകരുതേ. വീണു പോവാതെ മുന്നോട്ട് നീങ്ങുക.
അഷ്ടൈശ്വര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരും, സിദ്ധികളൊക്കെ കിട്ടിയെന്ന് വരും. ആ സിദ്ധികളിലൊന്നും ഭ്രമിക്കാതെ, പ്രലോഭനങ്ങളിലൊന്നും വീണുപോവാതെ മുന്നോട്ട് സഞ്ചരിക്കുന്ന ധീരന് മാത്രമാണ് അമൃത് ലഭിക്കുക. അയാൾക്കാണ് അമൃതത്വം അനുഭവിക്കാൻ സാധിക്കുക. അത് പ്രത്യേകം ഓർക്കണം എന്ന് ദേവന്മാരോട് പറഞ്ഞതിന് ശേഷം ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. ദേവന്മാരൊക്കെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. പിന്നീട് ദേവന്മാരിത അസുരന്മാരുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് വേണ്ടി പിന്നീട് ദേവന്മാർ അസുരന്മാരുമായിട്ട് സന്ധി സംഭാഷണം ചെയ്യാനായിട്ട് പോയി. ആയുധല്യാണ്ടിയാണ് ദേവന്മാർ വരണതെങ്കിലും അസുരന്മാർക്ക് ദേഷ്യം വർദ്ധിച്ചു. അവരുടെ നേരെ യുദ്ധത്തിനായിട്ട് അസുരന്മാർ പുറപ്പെട്ടു. ദൈത്യരാജാവായിരിക്കുന്ന മഹാബലി, അന്നത്തെ രാജാവ് മഹാബലിയാണ്, ആ മഹാബലി അവരെ തടഞ്ഞു. നിൽക്കട്ടെ, ഇങ്ങോട്ട് വരുന്നവരല്ലേ, അതിഥികളല്ലേ, ദ്രോഹിക്കണ്ട എന്ന് പറഞ്ഞ് ആ മഹാബലി ആ അസുരന്മാരെ തടഞ്ഞു. ആ രാജാവായിരിക്കുന്ന മഹാബലിയുടെ സമീപത്തെത്തി ദേവേന്ദ്രൻ ആദ്യമൊക്കെ മധുരവാക്കുകൾ കൊണ്ട് മഹാബലിയെ സന്തോഷിപ്പിച്ചു. പല ഭംഗിവാക്കുകളൊക്കെ പറഞ്ഞു. അവസാനം വിഷയത്തിലേക്ക് എത്തി. ഭഗവാൻ ഉപദേശിച്ച ആ വിഷയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ബലിയോട് പറഞ്ഞു. അത് ബലിക്കും സമ്മതമായി. അസുരന്മാരും സന്ധി ചെയ്യാൻ സമ്മതിച്ചു. അസുരന്മാരുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമൊന്നുമല്ല. പലാഴി കടഞ്ഞ അമൃത് കിട്ടിയാൽ ദേവന്മാർക്ക് കൊടുക്കാണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശമാണ്. അവിടെ അസുരന്മാർക്ക് ഉദ്ദേശശുദ്ധി ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയതുമില്ല. ഏതായാലും അവർ പുറമേക്ക് യോജിപ്പ് നടിച്ച്, എന്നാൽ അകത്ത് യോജിപ്പൊന്നുമില്ല. അങ്ങനെ അവരിതാ പർവ്വതം എടുക്കാനായിട്ട് പുറപ്പെട്ടു. കരുത്തരായ അവർ ആ മന്ദരപർവ്വതത്തെ പുഴയ്ക്കങ്ങോട്ട് എടുത്തു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൂടി ആ പർവ്വതം എടുത്ത് കടലിലേക്ക് പുറപ്പെടുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന സമയത്ത് ദേവന്മാർക്കും അസുരന്മാർക്കും ഈ പർവ്വതത്തിൻ്റെ ഭാരം താങ്ങാൻ വയ്യാതെയായി. ആ പർവ്വതം അങ്ങോട്ട് വീണു. അതിൻ്റെ അടിയിൽപ്പെട്ട് കുറേ അസുരന്മാരും ദേവന്മാരും മരിച്ചുപോയി എന്നാണ്. ഉടനെ ദേവന്മാർ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് വന്ന് ലീലയാ ഒരു കളി പോലെ ആ പർവ്വതം ഗരുഡൻ്റെ പുറത്ത് വെച്ച് ചെന്നു. ആ ദേവാസുരന്മാരെ ഒന്ന് കടാക്ഷിച്ചു. ഭഗവാന്റെ നോട്ടം കൊണ്ട് ആ ചതഞ്ഞ് അരഞ്ഞവരൊക്കെ പൂർവാധികം ശക്തിയോടുകൂടി എഴുന്നേറ്റു. ഭഗവാൻ ആ പർവ്വതത്തെ ഒരു കളി പോലെ എടുത്ത് ആ ഗരുഡൻ്റെ പുറത്ത് വെച്ച് ആ പാലാഴിയുടെ സമീപത്ത് ആ കടലിൻ്റെ കരയിൽ വെച്ചു. ഭഗവാനും അവിടെ നിന്ന് ഇറങ്ങി. ഭഗവാന്റെ അനുവാദം വാങ്ങി ആ ഗരുഡൻ അവിടെ നിന്ന് ഭഗവാനെ നമസ്കരിച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ ദാ കടയാനായിട്ട് കടകോല് കിട്ടി മന്ദരപർവ്വതം, കെട്ടാനായിട്ട് കയറ് കിട്ടി വാസുകിപ്പാമ്പ്. ഇനി കടയണം. ആ വാസുകിപ്പാമ്പിൻ്റെ ഏത് ഭാഗം പിടിക്കും? പാമ്പിന് തലഭാഗവും അതുപോലെ വാൽഭാഗവും ഏത് ഭാഗമാണ് പിടിക്കേണ്ടത്? ദേവന്മാർക്ക് സംശയമില്ല, അവർക്ക് വാൽഭാഗം പിടിക്കാനേ പറ്റൂ. കാരണം ഇപ്പം തന്നെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി ആ പാമ്പിൻ്റെ മുഖത്തുനിന്ന് വരുന്ന വിഷം അത് ഏറ്റുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഥ തീരും. അപ്പോൾ അതുകൊണ്ട് വാൽഭാഗം പിടിക്കാനേ പറ്റൂ. അവർ വാൽഭാഗം പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഭഗവാൻ ആംഗ്യം കാണിച്ചു, വേണ്ട, തലഭാഗം പോയി പിടിക്കൂ. അപ്പോൾ അവർ ചോദിക്കുക ഭഗവാനോട്, വേണോ, ഞങ്ങൾ തലഭാഗം പോയി പിടിക്കണോ? ഞങ്ങളിപ്പോൾ തന്നെ വയ്യാണ്ടേയുണ്ട്. ഇനി ആ പാമ്പിൻ്റെ വായെന്ന് വരുന്ന ആ വിഷം കൂടി ഏറ്റുകഴിഞ്ഞാൽ ഭഗവാൻ ആംഗ്യം കാണിച്ചു, പിടിക്കേണ്ടി വരില്ല, പിടിക്കാൻ പോവേണ്ടി വരുള്ളൂ. തലഭാഗം പിടിക്കേണ്ടി വരില്ല, പിടിക്കാനായിട്ട് പോവേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരിതാ തലഭാഗം പിടിക്കാനായിട്ട് ഒരുങ്ങിയതും ന ഗൃഹീമോ വയം പുച്ഛം അഹേരംഗമമംഗളം. അവിടെ അസുരന്മാരിതാ സമരം ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ പോയിട്ട് വാൽഭാഗം പിടിക്കണം അല്ലേ? നിങ്ങൾ ദേവന്മാർ തലഭാഗം പിടിച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? വാൽഭാഗം പിടിക്കണോ വേണ്ടത്? ഞങ്ങൾ പിടിക്കില്ല. ഞങ്ങൾ പിടിക്കുകയാണെങ്കിൽ ആ പാമ്പിൻ്റെ തലഭാഗേ പിടിക്കൂ. ഞങ്ങളും സ്വാധ്യായമുള്ളവരാണ്, സ്വാധ്യായ ശ്രുതസമ്പന്നാഹ. ഞങ്ങളും സ്വാധ്യായമുള്ളവരാണ്, കശ്യപൻ്റെ മക്കളാണ്. ഞങ്ങൾ പിടിക്കുകയാണെങ്കിൽ ഉത്തമാംഗം, തലഭാഗേ ഞങ്ങൾ പിടിക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ദേവന്മാരെ, നിങ്ങൾ പോയിട്ട് ആ വാൽഭാഗം പിടിക്കൂ, അസുരന്മാരുടെ ഇഷ്ടം നടക്കട്ടെ, അസുരന്മാരെന്ത് ചെയ്യട്ടെ, തലഭാഗം പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ദേവന്മാർക്ക് സന്തോഷമായി, വാൽഭാഗം കിട്ടി. അസുരന്മാർക്ക് സന്തോഷമായി, തലഭാഗം കിട്ടി. ഭഗവാനും സന്തോഷമായി. ഒക്കെ വേണ്ടതുപോലെ ഭാഗം വെപ്പ് കേമായി. ഇവിടെ ഭഗവാൻ ശരിക്കും മനസ്സറിഞ്ഞ് പെരുമാറുകയാണ്. അസുരന്മാരുടെ സ്വഭാവം വ്യക്തമായിട്ടറിയണ ഭഗവാൻ ആദ്യം ദേവന്മാരോട് പറഞ്ഞു തലഭാഗം പിടിക്കാനായിട്ട് ഒരുങ്ങാൻ. കാരണം അസുരന്മാരുടെ സ്വഭാവം ഭഗവാൻ അറിയാം. അവർക്ക് പിന്നെ ഭാഗം പിടിക്കണം അങ്ങനെയൊന്നുമില്ല. ദേവന്മാരെന്ത് പിടിക്കണോ അത് പിടിക്കണം, അത്രയേ ഉള്ളൂ. ദേവന്മാരിപ്പോൾ വാൽഭാഗം പിടിക്കാനാണ് പോയതെങ്കിൽ അവരെന്ത് പറയും? ഞങ്ങൾക്ക് വേണം വാൽഭാഗം, ഞങ്ങൾക്ക് വേണം വാൽഭാഗം എന്ന് പറയും. ദേവന്മാർ തലഭാഗം പിടിക്കാൻ പോയി ഞങ്ങൾക്ക് വേണം തലഭാഗം എന്ന് പറയും. അത് മനസ്സിലാക്കിയ ഭഗവാൻ വേണ്ടതുപോലെ പ്രവർത്തിച്ചു. ഭാഗം വെപ്പ് കേമായി. കിട്ടിയ ആൾക്കും കൊടുത്ത ആൾക്കും സമാധാനം. കടയാനായിട്ടൊരുങ്ങിയപ്പോഴോ ആ പർവ്വതം ആണ്ടങ്ങട്ട് പോയി.
ഉടനെ ദേവന്മാർ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ ദാ ഒരു ആമയുടെ രൂപം സ്വീകരിച്ച് ആ പർവ്വതത്തെ ഉയർത്തി. കൃത്വാവപുക്കാച്ഛപമദ്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. കാച്ഛപമദ്ഭുതം മഹത്, വലിയൊരു ആമയുടെ സ്വരൂപം സ്വീകരിച്ചും കൊണ്ട് ആ ആണ്ടുപോണ പർവ്വതത്തെ ഭഗവാൻ തൻ്റെ പുറത്തു വെച്ചങ്ങോട്ട് ഉയർത്തി. ഇതാണ് ഭഗവാന്റെ കൂർമാവതാരം. എന്തിനെ ഭഗവാൻ കൂർമ്മമായിട്ടൊരു ആമയായിട്ട് വന്നു? ഭഗവാന് സുന്ദരനായിട്ട്, ഭഗവാന് കൃഷ്ണനായിട്ട് വന്നിട്ട് നീലമേഘശ്യാമളനായി വന്ന് ഗോവർദ്ധനം ഉയർത്തിയതുപോലെ ആ ചെറുവിരലിൽ ഉയർത്തിയ പോരെ പർവ്വതം എന്ന് ചോദിച്ചാൽ മതി, പോരായൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒന്നും നികൃഷ്ടമായിട്ടില്ല എന്ന് കാണിക്കുകയാണ്. ഇവിടെ ഉള്ളതെല്ലാം ഭഗവാന്റെ അവതാരങ്ങൾ, എല്ലാം ഭഗവാൻ. ആമയെ കാണുമ്പോൾ അയ്യേ, അല്ലെങ്കിൽ മത്സ്യത്തെ കാണുമ്പോൾ അയ്യേ, അല്ലെങ്കിൽ പന്നിയെ കാണുമ്പോൾ അയ്യേ എന്ന് പറയണ്ട, അതൊക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് കാണിക്കാൻ. അത് മാത്രമല്ല, കൂർമ്മത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഭഗവത്ഗീത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. അല്ലയോ ഭഗവാനെ, ഒരു യോഗി അല്ലെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയായിരിക്കും? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അദ്ദേഹം ഈ ലോകത്ത് ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് അർജുനൻ ചോദിച്ച സമയത്ത് ഭഗവാൻ മറുപടി പറയുന്നുണ്ട്, അർജുന, ഒരു യോഗി, ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ കൂർമോങ്കാനീവ സർവശഃ, ആമയെപ്പോലെ ആയിരിക്കുന്നതാണ്. ആമയെപ്പോലെ പറഞ്ഞാൽ ആമയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. പുറമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആമ അതിലേക്ക് ശ്രദ്ധിക്കില്ല. അതിനെ ദ്രോഹിക്കാൻ ആരെങ്കിലും വന്നാൽ ഉടനെ തന്നെ അത് ഉൾവലിയും, തല ഉള്ളിലേക്കിടും, കയ്യ് കാല് ഒക്കെ ഉള്ളിലേക്കിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങനെ ഇരിക്കും. എന്നാൽ ആ വിഷയം അവിടുന്ന് പോയാലോ മെല്ലെ തല പുറത്തേക്കിടും, കയ്യും കാലൊക്കെ പുറത്തേക്കിടും. ഇതുപോലെയാണ് യോഗി. പുറമുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ നേരെ തിരിയില്ല. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇതൊക്കെ ഉള്ളിലേക്ക് തിരിക്കും, അന്തർമുഖനാവും. ഇതുപോലെയായിരിക്കും യോഗി. പുറമുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിലൊന്നും അദ്ദേഹം ഭ്രമിക്കില്ല, കാഴ്ച കണ്ട് ഭ്രമിക്കില്ല. കണ്ണുള്ളിലേക്ക് തിരിക്കും, ചെവി ഉള്ളിലേക്ക് തിരിക്കും. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ആ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് തിരിക്കും. ആമയെപ്പോലെ ഒരു യോഗി. അതാണ് ആമയുടെ പ്രത്യേകത. അങ്ങനെയുള്ളൊരു യോഗിക്ക് മാത്രമേ ഇവിടെ ഉയർച്ച ഉണ്ടാവുള്ളൂ, അവർക്കേ വേറൊരാളെ ഉദ്ധരിക്കാനും സാധിക്കുള്ളൂ. ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ അടക്കിയ ഒരാൾക്ക് മാത്രമേ വേറൊരാളെ ഉദ്ധരിക്കാനും വേറൊരാളെ ഉയർത്താനും സാധിക്കുള്ളൂ. അതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചിരുന്നത്. അങ്ങനെ ആ പർവ്വതത്തെ ഭഗവാൻ ഉയർത്തി വീണ്ടും കടയാനായിട്ടൊരുങ്ങി. അവരെത്ര ശ്രമിച്ചിട്ടും ഒരനക്കം പോലും ഉണ്ടാവണില്ല. അവസാനം ഭഗവാൻ തന്നെ അജിതനായിട്ട് വന്ന് പാലാഴി കടയാണ്. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നി ഭ്രാജതി വിലുളിതകച സ്രഗ്ധരോ രക്തനേത്ര ജൈത്രൈർദോർഭിർജഗദഭയദൈ ദന്തശൂകം ഗൃഹീത്വാ മധ്നന്മധ്നാ പ്രതിഗിരിവാശോഭതാഥോ ധൃതാദ്രി. ഭഗവാൻ തന്നെ അജിതനായിട്ട് വന്ന് ആയിരക്കണക്കിന് കൈകളെ കൊണ്ട് ദേവന്മാരുടെ ഭാഗത്ത്, ആയിരക്കണക്കിന് കൈകളെ കൊണ്ട് അസുരന്മാരുടെ ഭാഗത്തും പിടിച്ച് ഭഗവാൻ തന്നെ ആ പാലാഴി അങ്ങോട്ട് കടഞ്ഞു. നിർമ്മമന്ധാ അജിതസ്വയം. ആരാപ്പം ഇവിടെ പാലാഴി കടഞ്ഞത്? അജിതസ്വയം, ആ ഭഗവാൻ ഒറ്റയ്ക്ക്. അപ്പോൾ പാലാഴി കടഞ്ഞത് ഭഗവാനാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അമൃത് ആർക്ക് അവകാശപ്പെട്ടതാ? അത് ഭഗവാൻ അവകാശപ്പെട്ടതാണ്. അതിൻ്റെ അവകാശി ഭഗവാനാണ്. അത് ഭഗവാൻ സ്വീകരിച്ചിട്ട് ഭഗവാൻ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം, അതിന് ആക്ഷേപം പറയാൻ പറ്റില്ലല്ലോ. അത് ഭഗവാൻ സ്വീകരിച്ചു, ദേവന്മാർക്ക് കൊടുത്തു, അതിലെന്താ കുറ്റം? ഒരു കുറ്റവുമില്ല. അപ്പം ഇവിടെ നിർമ്മമന്ധാജിതസ്വയം, ഭഗവാൻ ഒറ്റയ്ക്ക് ആ പാലാഴി കടഞ്ഞു. അങ്ങനെ പാലാഴി കടന്ന സമയത്ത് ആദ്യം എന്തേണ്ടായി? ആദ്യം ആ കലങ്ങിയ സമയത്ത് കാളകൂടം വിഷം ആണ് ഉണ്ടായത്. മഹോൽബണം ഹാലഹലാഹ്വമഗ്രത. ഹാലഹലം അല്ലെങ്കിൽ ഹാലാഹലം, കാളകൂടം എന്നൊക്കെ പേരായിട്ടുള്ള ആ വിഷം അങ്ങോട്ട് പൊന്തി വന്നു. ആ വിഷം കണ്ട് പൊന്തി വന്ന സമയത്തോ എല്ലാവരും കൂടി പരമശിവൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അരക്ഷ്യമാണാഹ ശരണം സദാശിവം. പരമശിവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. കാരണം ഈ വിഷം ഇല്ലാണ്ടിയാക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അത് പരമശിവനെ സാധിക്കുള്ളൂ. പരമശിവൻ ആരാണ്? ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം. ഭവരോഗത്തിനുള്ള ഔഷധം അത് കണ്ടെത്തിയ ആളാണ്. അപ്പോൾ ഈ സംസാരമാകുന്ന രോഗം, ആ ക്ലേശം ഇല്ലാണ്ടിയാക്കാൻ സാധിക്കുക ഈ ഗുരുവിന് മാത്രമാണ്, ദക്ഷിണാമൂർത്തിക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയത് അവരെല്ലാവരും ഭഗവാനെ ശരണം പ്രാപിച്ചു. പരമശിവൻ ആലോചിച്ചു, എന്തു വേണം? ഈ വിഷം താൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് ഹാനി സംഭവിച്ചേക്കാം, എങ്കിലും സാരമില്ല, കഴിക്കാം. തനിക്ക് ആപത്ത് വന്നാലും സാരമില്ല, ഇത്രയും ആളുകൾക്ക് വിഷമില്ലാണ്ട് കഴിയുമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ജീവിതം അവസാനിക്കും തീർച്ചയാണ്.
അതിൻ്റെ മുന്നേ പരോപകാരം ചെയ്യാൻ സാധിച്ചാൽ അതുതന്നെയാണ് ജീവിതത്തിൻ്റെ ലാഭം എന്ന് കണക്കാക്കി ആ പരമശിവൻ ആ കാളകൂട വിഷം കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഒന്ന് പാർവതി ദേവി ഒന്ന് നോക്കി പത്നിയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കണമല്ലോ. ആ പാർവതിയാവട്ടെ എന്തു പറഞ്ഞു? പ്രഭാവജ്ഞാന്വമോദത. പരമശിവൻ്റെ പ്രഭാവം അറിയുന്ന ആ പാർവതി ദേവി അനുമോദിച്ചു. ധൈര്യമായിട്ട് കഴിച്ചോളൂ ഭഗവാനെ, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് അനുമോദിച്ചു. ഭഗവാൻ തതക്കരതലീകൃത്യ ആ വലിയ വിഷം തീർത്ഥം സേവിക്കുന്നത് പോലെ ഭഗവാൻ അങ്ങോട്ട് കഴിച്ചു. കഴിച്ചപ്പോഴാണ് ഓർത്തത്, അയ്യോ കുക്ഷിയിൽ തൻ്റെ ഉദരത്തിലും അനവധി ജന്തുക്കളില്ലേ, ജീവജാലങ്ങളില്ലേ, അവർക്ക് ക്ലേശാവില്ലേ ഈ വിഷം അവിടെ എത്തിയാൽ. അതുകൊണ്ടത് അവിടെ നിൽക്കട്ടെ എന്നങ്ങോട്ട് സങ്കല്പിച്ചു. അത് കഴുത്തിൽ ഉരുണ്ടുകൂടി. അങ്ങനെ ആ കഴുത്തിന് നിറന്നു മാറി, നീല നിറമായിട്ട് മാറി. അങ്ങനെ ഭഗവാനൊരു പേര് നീലകണ്ഠൻ, നീല നിറത്തിലുള്ള കണ്ഠം ഉള്ളവൻ. വേറൊരു പേര് ത്യാഗരാജൻ. ഇത്രയും വലിയ ത്യാഗം ആര് ചെയ്യും? തൻ്റെ ശരീരം പോലും ശ്രദ്ധിക്കാതെ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക. ത്യാഗരാജൻ എന്ന പേര്. തച്ഛ സാധോഹോ വിഭൂഷണം. ആ നീലകണ്ഠം അത് ഭഗവാന് ഭൂഷണമായിട്ട് മാറി. അല്ലെങ്കിലും സജ്ജനങ്ങളുടെ ഭൂഷണം, അവരുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. ഒരു കവി പാടുന്നുണ്ടല്ലോ, ഹസ്തസ്യ ഭൂഷണം ദാനം. കൈക്ക് ഭംഗി കൂടുന്നത് എപ്പോഴാണ്? ദാനം ചെയ്യുമ്പോഴാണ്, വള അണിയുമ്പോഴല്ലാണ്. വള കെട്ടുമ്പോഴല്ല കൈക്ക് ഭംഗി കൂടുന്നത്, പിന്നെ ദാനം ചെയ്യുമ്പം ആ ദാനം ചെയ്യണ കൈക്ക് ഭംഗി കൂടും. കഴുത്തിന് ഭംഗി കൂടണതോ നെക്ലേസ് ചാർത്തുമ്പോഴല്ല, പിന്നെയോ സത്യം കണ്ഠസ്യ ഭൂഷണം. കഴുത്തിന് ഭംഗി കൂടുന്നത് സത്യം പറയുമ്പോഴാണ്. ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം. ചെവിക്ക് ഭംഗി കൂടുന്നത് കമ്മൽ ചാർത്തുമ്പോഴല്ല, പിന്നെയോ ശാസ്ത്രങ്ങൾ കേൾക്കുമ്പോഴാണ്. സത്ശാസ്ത്രങ്ങൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ചെവിക്ക് ഭംഗി കൂടും എന്നാണ്. അപ്പം സജ്ജനങ്ങളുടെ പ്രവൃത്തി തന്നെയാണ് അവരുടെ അലങ്കാരം. അന്നത്തെ രാത്രി അവിടെയുള്ള സജ്ജനങ്ങളൊക്കെ ഭഗവാൻ ആപത്തൊന്നും ഉണ്ടാവരുതേ എന്ന് സങ്കല്പിച്ച് ശിവ എന്ന് ജപിച്ച് കഴിഞ്ഞു. ആ ദിവസമാണത്രേ ശിവരാത്രി. ഏതായാലും വീണ്ടും ഇവിടെ പാലാഴി കടയുന്നു. വിഷം കിട്ടാനല്ലല്ലോ കടയണത്, ലക്ഷ്യം അമൃതല്ലേ. അവർ വീണ്ടും കടഞ്ഞു. അങ്ങനെ കടഞ്ഞ സമയത്ത് അതിൽ നിന്ന് 8 വിശിഷ്ട വസ്തുക്കളൊക്കെ ഉണ്ടായി. ആദ്യം കാമധേനു എന്ന പശു അതുണ്ടായി, ഋഷിമാർ സ്വീകരിച്ചു. പിന്നീട് ഉച്ചൈഷവസ് എന്നുള്ള കുതിര ഉണ്ടായി, അതിനെ ബലി സ്വീകരിച്ചു. ഐരാവതം ഉണ്ടായി, ദേവേന്ദ്രൻ സ്വീകരിച്ചു. കൗസ്തുഭരത്നം പൊന്തി വന്നു, അത് ഭഗവാൻ സ്വീകരിച്ചു. പിന്നീട് പാരിജാതം പൊന്തി വന്നു, അത് ദേവന്മാർ സ്വീകരിച്ചു. അപ്സര സ്ത്രീകൾ പൊന്തി വന്നു, അവരെ ദേവന്മാർ സ്വീകരിച്ചു. പിന്നെയാണിതാ അവിടെ തതശ്ചാവിരഭൂത് സാക്ഷാത് ശ്രീരമാ ഭഗവത് പര രഞ്ജയന്തി ദിശകാന്തിയ വിദ്യുത് സൗദാമിനീയഥാ. സാക്ഷാൽ ലക്ഷ്മി ദേവി അങ്ങോട്ട് പൊന്തി വരികയാണ്. എന്തൊരു സൗന്ദര്യം! ആ ലക്ഷ്മി ദേവി അങ്ങോട്ട് കണ്ടതോടുകൂടി കടയിലൊക്കെ നിർത്തി. ലക്ഷ്മിയെ കിട്ടാനാണോ കടയണത്? അല്ല, ലക്ഷ്യം അമൃതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പൊന്തി വന്ന ഈ ലക്ഷ്മിയെ കണ്ടപ്പോഴേക്കും കടയിൽ നിർത്തി ദേവന്മാരോ സുരന്മാരും ആ ലക്ഷ്മിയുടെ സൗന്ദര്യം കണ്ട് നോക്കി നിൽക്കുകയാണ്. തസ്യ ആസനമാനിന്യേ. ദേവേന്ദ്രൻ ഓടി വന്നൊരു സിംഹാസനം ഇട്ട് കൊടുത്തു. ആ സിംഹാസനം ഇട്ട് കൊടുത്ത അതിൻ്റെ പേരിൽ തന്നെ വിവാഹം കഴിക്കാൻ ചിലായല്ലോ എന്ന് കരുതി വരുണൻ വേഗം ഒരു മാല കൊണ്ടു കൊടുക്കുകയാണ്. അത് കൊണ്ടു കൊടുത്തതിൻ്റെ പേരിൽ തൻ്റെ കഴുത്തിൽ തന്നെ മാല ചാർത്തിയാൽ സന്തോഷമായി. ഇങ്ങനെ ഓരോരുത്തരും ഈ ലക്ഷ്മിയെ കണ്ട് ഭ്രമിക്കുകയാണ്. ലക്ഷ്മി ദേവി ആ മാല സ്വീകരിച്ചു. വിവാഹം കഴിക്കാൻ തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഒരാളെ സ്വീകരിക്കണം. ആരെ സ്വീകരിക്കണം? ഓരോരുത്തരെ നോക്കുന്ന സമയത്ത് ഓരോരുത്തരിലും ഓരോ ദോഷം കണ്ടു എന്നാണ്. ഒരാൾക്ക് നല്ല പഠിപ്പുണ്ട്, പക്ഷേ കാണാൻ സൗന്ദര്യമില്ല. വേറൊരാളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ പഠിപ്പില്ല. ഒരാൾക്ക് നല്ല തപസ്സുണ്ട്, പക്ഷേ ദേഷ്യക്കാരനാ. ഇങ്ങനെ ഓരോരുത്തരിലും ഓരോ കുറ്റം കണ്ടു. പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു കുറ്റം, ഒരു ദോഷം. എന്താ ദോഷം? എല്ലാവർക്കും തന്നെ വേണമെന്നുണ്ട്, ലക്ഷ്മിയെ വേണമെന്നുണ്ട്. ലക്ഷ്മി വേണ്ടാന്ന് ആർക്കാ ഉണ്ടാവുക? ഐശ്വര്യം വേണ്ടാന്ന് ആർക്കെങ്കിലും ഉണ്ടാവുമോ? അപ്പം എല്ലാവർക്കും തന്നെ വേണമെന്നുണ്ട്. അങ്ങനെ ദേവി നോക്കിക്കൊണ്ടിരിക്കുക. ഒരാൾ മാത്രം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ചപ്പുറത്ത് ആ കടലിലേക്ക് കാലും വെച്ച് പിന്നോക്കം കൈയും കൊടുത്ത് വിശ്രമിക്കുകയാണ് വിഷ്ണു ഭഗവാൻ. ഇതുവരെ എല്ലാവർക്കും തന്നെ വേണമായിരുന്നു. ആപത്ത് വരുമ്പോഴൊക്കെ ദേവന്മാർ ഓടി വരികയാണ്. ഇപ്പോൾ ആ ലക്ഷ്മിയെ കണ്ടപ്പോഴോ ഭഗവാനെ വിട്ടു. ഭഗവാനെ ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും ലക്ഷ്മിയെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഏതായാലും സ്വസ്ഥമായിട്ട് ശ്വാസം വലിക്കാലോ എന്നും കരുതി ഭഗവാൻ ആ കടലിൽ ആ കാലം നീട്ടി വെച്ച് അങ്ങനെ വിശ്രമിക്കുകയാണ്. അവിടേക്ക് ആര് വന്നു? ലക്ഷ്മി ദേവി വന്നു. തന്നെ നോക്കാതിരിക്കുന്ന ആ ഭഗവാനെ രമാമുകുന്ദം നിരപേക്ഷമീപ്സിതം. ആ വിഷ്ണു ഭഗവാനെ ആർക്കിഷ്ടമായി? ലക്ഷ്മി ദേവിക്ക് ഇഷ്ടമായി. ആ ഭഗവാനെ സ്വീകരിച്ചു. ആ ഭഗവാന്റെ കഴുത്തിൽ അങ്ങോട്ട് മാലിട്ടു. ഭഗവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ലക്ഷ്മി ദേവി. ഇത്രയും പേരെ അവിടെ ഉണ്ട്. അത്രയും പേരെ ഒഴിവാക്കിയിട്ട് ഈ ദേവി തന്നെ സ്വീകരിച്ചുവല്ലോ.
അങ്ങനെ ഈ പ്രവൃത്തി ചെയ്ത ഇവൾക്ക് നല്ലൊരു സ്ഥാനം തന്നെ കൊടുക്കണ്ടേ? എവിടെ ഇരുത്തും? നല്ലൊരു സ്ഥാനം തന്നെ ഭഗവാൻ കൊടുത്തു. അതാണ് വക്ഷസ്, ഹൃദയത്തിലങ്ങട്ടിരുത്തി. ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദയവേയം പരേഷു അസ്ഥിരേത്യസ്മിൻ അന്യതഭിപ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപതേ. ഭഗവാനൊരു പേര് കിട്ടി, ലക്ഷ്മീപതി. എന്താ ഈ കഥ കാണിച്ചു തരുന്നത് വെച്ചാൽ, ഐശ്വര്യം മോഹിച്ച് നടക്കുമ്പോൾ അത് കിട്ടില്ല. ഐശ്വര്യത്തിൻ്റെ പിന്നിൽ ഓടിയാൽ അത് കിട്ടില്ല. ഭോഗമാണ് ലക്ഷ്യം എന്ന് കരുതി അതിൻ്റെ പിന്നാലെ ഓടിയാൽ നാശാണ് ഉണ്ടാവുക. അത് നമ്മുടെ കയ്യിൽ കിട്ടില്ല. നിഴലിനും വഴി പൈതൽ പോലെ ഉഴലാ ഭോഗമിരുന്നു ഞാനിനി എന്ന ആശാൻ. നിഴലിൻ്റെ പിന്നാലെ കുട്ടി ഓടുന്നത് പോലെയാണ് ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുന്നത്. അതും കൂടി കിട്ടിയാൽ പൂർണ്ണമായി, അതും കൂടി കിട്ടിയാൽ സ്വസ്ഥായി എന്ന് കരുതി ഓടുകയാണ്. ഒരിക്കലും പൂർണ്ണമാവില്ല. ഓടും തോറും അത് മുന്നിൽ നിൽക്കും. നിഴലിനെ വെട്ടിക്കാൻ പറ്റുമോ? എത്ര ഓടിയാലും തൊട്ട മുന്നിൽ ആരുണ്ടാവും? നിഴലുണ്ടാവും. വെട്ടിക്കാൻ സാധിക്കില്ല. പക്ഷെ വഴിയുണ്ട് വെട്ടിക്കാൻ. എന്താ അതിനെ വെട്ടിക്കാനുള്ള വഴി? തിരിഞ്ഞു നടന്നാൽ മതി. തിരിഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ പിന്നാലെ വരും നിഴൽ. ഇതുപോലെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടാതെ തിരിഞ്ഞു നടക്കൂ. എനിക്കിനിയൊന്നും വേണ്ട എന്ന് വിചാരിച്ചു നോക്കൂ. തൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നടന്നു പോയിക്കോളും ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഇവിടെ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്. ഭഗവാന്റെ കൂടെ ആരുണ്ട്? വക്ഷസിൽ ലക്ഷ്മി ദേവി ഉണ്ട്. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാൽ കൂടെ എന്തും ലഭിക്കും, ഐശ്വര്യം ഉണ്ടായിക്കോളും. ഐശ്വര്യം മാത്രമായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതുകൊണ്ട് ഭഗവാനെ നേടാൻ അതാണ് ശ്രമിക്കേണ്ടത് എന്ന് കഥ. ഏതായാലും വീണ്ടും കടയാൻ ആരംഭിച്ചു. അപ്പോഴാണ് വാരുണി ദേവി പൊന്തി വന്നത്. മദ്യം അത് എടുക്കാൻ ദേവന്മാരെ ഭഗവാൻ അനുവദിച്ചില്ല. അത് വേണ്ട എന്ന് പറഞ്ഞു, വിലക്കി. അസുരന്മാർ സ്വീകരിച്ചു. ഭഗവത് ഭക്തന്മാരത് സേവിക്കുന്നത് ആർക്കിഷ്ടമല്ല? ഭഗവാൻ ഇഷ്ടമല്ല എന്ന് സാരം. അതുകൊണ്ട് ഭഗവത് ഭക്തന്മാർ ആ വാരുണി, ആ മദ്യം തുടരുത് എന്ന് അർത്ഥം. പിന്നീട് വീണ്ടും കടന്ന സമയത്ത് ധന്വന്തരി മൂർത്തി പൊന്തി വന്നു അമൃതകലശവുമായിട്ട്. ദേവന്മാർക്ക് ചെറിയൊരു അശ്രദ്ധ. ആ സമയമാകുമ്പോൾ അവരൊന്ന് കണ്ണടച്ചു. അസുരന്മാരാവട്ടെ ആ തക്കം നോക്കി ആ അമൃതകുംഭം തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയിരിക്കണം. ദേവന്മാർക്ക് ചെറിയൊരു അശ്രദ്ധ വന്നു, അതല്ലേ പറ്റിയത്. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണം. നമ്മളൊന്ന് ശ്രദ്ധിക്കാണ്ടിരുന്നാൽ അബദ്ധം സംഭവിക്കും, ആപത്താണ്. ജാഗ്രതയോടുകൂടിയിരിക്കണം എന്ന് പാഠം. അസുരന്മാർ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. പക്ഷെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയാൽ അനുഭവിക്കാൻ സാധിക്കുമോ? അന്യായമായിട്ട് ആർജിച്ചാൽ അത് കയ്യിൽ കിട്ടും, പക്ഷെ അനുഭവിക്കാൻ സാധിക്കില്ല. അനുഭവിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൂടിയേ തീരൂ. ദൈവം ജൈവാത്ര പഞ്ചമം, അഞ്ചാമത്തെ ഒരു ഘടകം ഈശ്വരാധീനം. അതുണ്ടെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അന്യായം കൊണ്ട് ആർജിച്ചത് അന്യായേനാർജിതം വിത്തം തന്യായേന വിനശ്യതി എന്നാ പറയുക. അന്യായമായിട്ട് ആർജിച്ചാൽ അതേ ന്യായം കൊണ്ട് നഷ്ടപ്പെടും. ആരുടെയും കയ്യിൽ നമ്മൾ തട്ടിപ്പറിച്ചതാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും തട്ടിപ്പറിച്ചോളും. ഇതാണ് നിയമം. ഇവിടെ അസുരന്മാർക്ക് അമൃത് കയ്യിൽ കിട്ടിയെങ്കിലും അനുഭവിക്കാൻ സാധിച്ചില്ല. അഹംപൂർവം, ഞാനാണാദ്യം അവരെ തർക്കിക്കുകയാണ്. അപ്പം അധികാരവും സമ്പത്തും കയ്യിൽ കിട്ടിയാൽ അങ്ങനെയാണ് ഐക്യം നഷ്ടപ്പെടും. അസുരന്മാരുടെ ഐക്യം കണ്ട് നഷ്ടപ്പെട്ടു. ഞാനാദ്യം കഴിക്കും എന്ന് പറഞ്ഞ് അവർ ചണ്ട കൂടുന്നു. ദേവന്മാർ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ ദേവന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ തൻ്റെ വേഷം അങ്ങോട്ട് മാറ്റി. യോഷിദ്രൂപം അനിർദ്ദേശ്യം ദധാര പരമാത്ഭുതം. ഒരു സ്ത്രീവേഷം കെട്ടിയെന്നാണ്. കെട്ടിയെന്നൊന്നും പറയാനില്ല. ഭഗവാൻ ആ വേഷ്ടി ഒന്ന് ധാവണി പോലെ അങ്ങോട്ട് കൊടുത്തു. ആ ഗോപിക്കുറി വട്ടത്തിലാക്കി മുടിയൊന്ന് കെട്ടഴിച്ചു. ഭഗവാൻ അങ്ങോട്ട് നടന്നു. ആ പാദസരങ്കിലേക്ക് ഭഗവാൻ നടന്നു വരികയാണ്. ആ ഭഗവാനെ കണ്ടതും ആ മോഹിനി വേഷം കണ്ടതും കയ്യിൽ കിട്ടിയ അമൃതമൊക്കെ മാറ്റിവെച്ചു അസുരന്മാർ. അതാണ് അസുരന്മാരുടെ പ്രകൃതം. കയ്യിൽ അമൃതുണ്ട്, എന്നിട്ടും ഈ മോഹിനിയെ കണ്ടപ്പോൾ ആ അമൃതം കണ്ട് മാറ്റിവെച്ചു. കാത്വം കഞ്ചപലാശാക്ഷി, അല്ലയോ സുന്ദരി, നീ ആരാണ്? നിന്നെ കണ്ടത് ഏതായാലും നന്നായി. ഞങ്ങളിതാ ഈ കയ്യിൽ അമൃത് കിട്ടിയിട്ട് ഇത് എങ്ങനെ ഭാഗം വെക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നിന്നെ കണ്ടത് നന്നായി. നീ ഇത് സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഓരി വെച്ച് തരുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ ആരും വിശ്വസിക്കാറില്ല, പണ്ഡിതന്മാരെന്നെ വിശ്വസിക്കാറില്ല, എൻ്റെ സ്വഭാവം കുറച്ച് മോശമാണ്, കുറച്ചൊക്കെ കളവുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസമായി. കാരണം ഒരു കള്ളനും അങ്ങനെ പറയാറില്ല. എന്താ ജോലി, പോക്കറ്റടിയാണ് പണി എന്ന് ഏതെങ്കിലും കള്ളന്മാർ പറയുമോ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവർക്ക് അധികം വിശ്വാസമായി. അവരെ അമൃതകുംഭം ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു. ഭഗവാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നില്ല എന്ന് വരും, ദേവന്മാർക്ക് കൊടുത്തു എന്ന് വരും, അതൊന്നും കുഴപ്പമില്ല, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് ആ അമൃതകുംഭം അസുരന്മാരിതാ ഭഗവാന് കൊടുക്കണു. ആ ഭഗവാൻ അത് സ്വീകരിച്ചു. ദേവന്മാരെയും അസുരന്മാരെയും ഇരുത്തി. എന്നിട്ടോ അസുരന്മാർക്കൊരു തുള്ളി കൊടുത്തില്ല, ദേവന്മാർക്ക് ധാരാളമായിട്ട് കൊടുക്കുകയും ചെയ്തു.
അസുരന്മാരിത് കാണുന്നുണ്ട്. കണ്ടിട്ടും സ്ത്രീ വിവാദ ജുഗുപ്സയാ, ഈ സ്ത്രീയെ പിണക്കണ്ടേ, ഈ സുന്ദരിയെ പിണക്കണ്ടേ എന്ന് കരുതിയിട്ട് ആരും മിണ്ടിയില്ല. ഒന്നും മിണ്ടാണ്ട് അങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്വർഭാനു എന്ന് പേരായിട്ടുള്ള അസുരൻ, അവനിത് ഇഷ്ടമായില്ല. അവൻ അവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് ദേവന്മാരുടെ ഇടയിൽ പോയിരുന്നു. ഭഗവാൻ അത് കണ്ടിട്ടുണ്ട്. എന്നാലും സാരമില്ല, കഴിച്ചോട്ടെ എന്നുള്ള മട്ടിൽ ദേവന്മാർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ആർക്കും കൊടുത്തു, സ്വർഭാനുവിനും കൊടുത്തു. പക്ഷെ സ്വർഭാനു അത് കിട്ടിയ ഉടനെ കണ്ട് കഴിച്ചു. അത് ഭഗവാൻ ഇഷ്ടമായില്ല. കാരണം ദേവന്മാരുടെ സമ്പ്രദായം അങ്ങനെയല്ല. അതിനൊന്ന് ബഹുമാനിക്കും. അന്നത്തെ ബ്രഹ്മമായിട്ട് കണക്കാക്കുന്നതാണ്, അന്നത്തെ ഈശ്വരനായിട്ട് കണക്കാക്കണമെന്നാണ്. അന്നത്തെ ബഹുമാനിച്ചിട്ട് വേണം കഴിക്കാൻ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ഇങ്ങനെ ഒന്ന് തൊഴുതിട്ടൊക്കെ ആര് കഴിക്കുള്ളൂ? ദേവന്മാർ കഴിക്കുള്ളൂ. കിട്ടിയ ഉടനെ കണ്ട് അകത്താക്കില്ല. അപ്പോൾ ഈ സ്വഭാവം അസുരന്മാരുടെയാണ്. അത് ഭഗവാൻ ഇഷ്ടമായില്ല. നല്ലോണം നോക്കി സ്വർഭാനു ഒന്ന് മനസ്സിലായി. ഭഗവാൻ വിളമ്പണത് സ്പൂണൊന്നുമല്ല, കയ്യിൽ ചക്രമാണ്, സുദർശന ചക്രം. അത് സ്പൂണ് പോലെ ആക്കിയതാ. അതങ്ങോട്ട് കൊടുത്തു. കഴുത്തങ്ങോട്ട് മുറിഞ്ഞു. ഇവൻ കഴിച്ചിട്ടുണ്ട് ലേശാമൃത്, അതുകൊണ്ട് മരിച്ചില്ല. തല വേറെ ഉടൽ വേറെ രണ്ടെണ്ണമായി. അതാണ് രാഹു കേതു 2. സൂര്യനും ചന്ദ്രനുമാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവരെ പോയിട്ട് ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തും. അതാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ കഥാരൂപത്തിൽ പറഞ്ഞു. ഏതായാലും ഇവിടെ അസുരന്മാരും ദേവന്മാരും ഒരുപോലെ പരിശ്രമിച്ചു, പാലാഴി കടഞ്ഞു. പക്ഷേ ഫലം കിട്ടിയതാർക്കാ? ദേവന്മാർക്ക് മാത്രം, അസുരന്മാർക്ക് കിട്ടിയില്ല. ഒരുപോലെ മെനക്കെട്ടിട്ടും എന്തുകൊണ്ട് ദേവന്മാർക്ക് ഫലം ഉണ്ടായി, എന്തുകൊണ്ട് അസുരന്മാർക്ക് ഉണ്ടായില്ല? ഉത്തരം ഇതാണ്: ദേവന്മാർ ഭക്തിയോടുകൂടി ആശ്രയിച്ചു, ധർമ്മനുഷ്ഠിച്ചു, അന്യായം കാണിച്ചില്ല. എന്നാൽ അസുരന്മാർക്ക് കിട്ടിയില്ല. എന്തേ കാരണം? അവർ തക്കം കിട്ടുമ്പോഴൊക്കെ അന്യായം കാണിച്ചു, ഭഗവാനെ ആശ്രയിച്ചതുമില്ല. ഇതാണ് ഈ കഥയുടെ തത്വം. അതുകൊണ്ട് ഇവിടെ നമ്മളും അനുഭവിക്കേണ്ടത് ഈ അമൃതത്വമാണ്. അതിനായിട്ട് എന്ത് ചെയ്യുക? ധർമ്മം അനുഷ്ഠിക്കുക. ഭാഗവത ആദ്യേ പറയണ്ടല്ലോ, ലക്ഷ്യം സത്യമാണ്, സത്യം പരം ധീമഹി. അതിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താ? ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം. ധർമ്മം, ധർമ്മമാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ആ സത്യത്തെ അനുഭവിക്കുക. അതാണ് വേണ്ടത്. അതാണ് ഈ പാലാഴി മഥനം കഥ. ഏതായാലും പിന്നീട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ കലഹമുണ്ടായി. ആ കലഹം ആരില്ലാണ്ടിയാക്കി? നാരദ മഹർഷി വന്ന് അതില്ലാണ്ടിയാക്കി എന്നുള്ള കഥ. പിന്നീട് ശങ്കരമോഹനം എന്ന കഥ. നാരദ മഹർഷി പറഞ്ഞത് കേട്ട് ആ ഭഗവാന്റെ ആ സ്ത്രീവേഷം, മോഹിനി രൂപം കാണണമെന്ന് പരമശിവനും മോഹം. അങ്ങനെ പാർവതീദേവിയോടുകൂടി വൈകുണ്ഠത്തിലെത്തി. ആ വേഷം കാണുമാത്രമല്ല, മഹാദേവൻ പോലും ഒന്ന് മോഹിച്ചു എന്ന് കാണിക്കുകയാണ്. പരമശിവന് പോലും മോഹം തോന്നിയെങ്കിലും ആലോചിച്ചു നോക്കൂ, എത്ര ജാഗ്രതയോടുകൂടി നമ്മൾ ഈ ലോകത്ത് സഞ്ചരിക്കണം. ആ വിഷ്ണുമായെ ജയിക്കുക അത്ര എളുപ്പമല്ല. വളരെ ജാഗ്രതയോടുകൂടി ഇവിടെ കഴിയണം എന്ന് പരമശിവൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് ശങ്കരമോഹനം എന്ന ലീല. പിന്നീട് 9 അധ്യായങ്ങളിലായിട്ട് ബലിചരിത്രം, മഹാബലിയുടെ ചരിത്രം, ഭക്തനായ ബലിയുടെ കഥ അത് വിസ്തരിച്ചു. ദേവാസുര യുദ്ധത്തിൽ മരിച്ച ബലിയെ ശുക്രമഹർഷി ജീവിപ്പിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ ബലി ഗുരുനാഥനെ ശുശ്രൂഷിച്ച് സേവിച്ച് അങ്ങനെ കഴിഞ്ഞു. ആ ഗുരുനാഥൻ്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രീഭൂതനായി ആര്? ഈ ബലിചക്രവർത്തി. അങ്ങനെ അനവധി യാഗങ്ങൾ ബലിയെ കൊണ്ട് ജയിച്ചു. അങ്ങനെ അജയ്യനായി തീർന്നു ഈ ബലി. സ്വർഗത്തിലേക്ക് ഈ ബലി കയറി ചെന്നതും അവിടെയുള്ള ദേവന്മാർ ബലിയെ കണ്ട് പേടിച്ചോടി. യുദ്ധം പോലും വേണ്ടി വന്നില്ല. അങ്ങനെ ദേവന്മാർക്ക് സ്വർഗം നഷ്ടപ്പെട്ട സമയത്ത് ദേവമാതാവായ അതിഥിക്ക് വലിയ ദുഃഖം. അങ്ങനെ തൻ്റെ ദുഃഖം ഭർത്താവായ കശ്യപരോട് പറഞ്ഞു. കശ്യപരിത ആ ദുഃഖം തീർക്കാനായിട്ടൊരു വ്രതം ഉപദേശിക്കുന്നു. അതാണ് പയോവ്രതം. ആ പയോവ്രതം അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ തന്നെ, വിഷ്ണു ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവതരിച്ച് വിഷമം തീർക്കാം എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാൻ കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായി ചിങ്ങമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ ഭഗവാൻ വാമനനായിട്ട് അവതരിക്കുകയാണ്. അങ്ങനെ ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ആ വാമനമൂർത്തി ദാനം വാങ്ങാനായിട്ട് മഹർഷിമാരോടുകൂടി നർമ്മദ നദീതീരത്തേക്ക് പോവുകയാണ്. അവിടെ നർമ്മദാ നദീതീരത്ത് ബലിചക്രവർത്തി യാഗം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വാമനമൂർത്തി ചെല്ലുകയാണ്. ആ വാമനമൂർത്തിയുടെ തേജസ് കണ്ട് ബലിചക്രവർത്തി ആ വാമനമൂർത്തിയെ നമസ്കരിക്കുന്നു. വന്നത് സാക്ഷാൽ ഭഗവാനാണ് എന്നറിയാതെ എന്തും തരാം എന്ന് വാക്ക് പറയുകയാണ്. ലേശം അഹന്ത തൻ്റെ ഭക്തനുണ്ടോ എന്ന് സംശയം. തൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനല്ലേ ഈ ബലി. അതുകൊണ്ട് ബലി യോഗ്യം തന്നെയാണ്, മോശക്കാരനൊന്നുമല്ല. പ്രഹ്ലാദൻ ധാരാളം ഈശ്വര കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ബലിക്ക്. അതുകൊണ്ട് മിടുക്കൻ തന്നെയാണ്. പക്ഷേ വാസം ദുർജനങ്ങളുടെ കൂടെയല്ലേ, അതിൻ്റെ ലേശൊരു സ്വഭാവം വന്നിട്ടുണ്ട്.
ലേശം അഹന്ത, കുറച്ചൊരു അഹങ്കാരമുണ്ട്, അതില്ലാണ്ടിയാക്കി ശുദ്ധാക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ആ ബലിയുടെ അഹന്ത ഇല്ലാതെയാക്കാൻ വേണ്ടി ഭഗവാൻ ചെറിയൊരു ലീല കാണിക്കുകയാണ്. ഭഗവാൻ പറയാണ്, എന്തും തരാം എന്നങ്ങ് പറഞ്ഞല്ലോ, സന്തോഷമായി. അങ്ങയുടെ പൂർവികന്മാർക്ക് ചേർന്നവൻ തന്നെ. അങ്ങയുടെ അച്ഛൻ യോഗ്യനാണ് വിരോചനൻ, അങ്ങയുടെ മുത്തശ്ശൻ യോഗ്യനാണ് പ്രഹ്ലാദൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹിരണ്യകശിപു, എല്ലാവരും യോഗ്യന്മാർ. നല്ല പാരമ്പര്യമുണ്ട് അങ്ങേക്ക്. അങ്ങ് എന്തും തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അധികമൊന്നും ആവശ്യമില്ല. എനിക്കെന്തേ വേണ്ടു? 3 അടി മണ്ണ്, അത്രേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. ആ 3 അടി മണ്ണ് എന്ന് കേട്ടതും ബലിചക്രവർത്തി പരിഹസിക്കുകയാണ് ഭഗവാനെ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. തനിക്ക് ധാരാളം കൊടുക്കാൻ കഴിവുണ്ടെങ്കിലും തന്നോടൊരാൾ കുറച്ച് ചോദിച്ചുള്ളെങ്കിൽ അത് കൊടുത്താൽ മതി അദ്ദേഹത്തിന്. അദ്ദേഹത്തെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്തു ബലി. ഇതാണ് ബലിയുടെ ഒരു ദോഷം. ത്രിലോക ചക്രവർത്തിയായ എൻ്റെ മുന്നിൽ വന്ന് 3 അടി മണ്ണാണോ അങ്ങ് ചോദിക്കുന്നത്? അതെന്നെ അപമാനിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ടൊരു രാജ്യം തന്നെ ചോദിച്ചോളൂ, ഞാൻ തരാം. ഇത്ര കുറച്ച് ചോദിക്കരുത്, ധാരാളം ചോദിക്കൂ എന്ന് ബലി പറയണം. അവിടെ വെച്ച് ഭഗവാൻ പറയണു, രാജാവെ, എനിക്ക് മനസ്സിലായി, അങ്ങേക്ക് ധാരാളം തരാൻ കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്തു ചെയ്യാം, എനിക്കധികം മോഹമില്ല, അതുകൊണ്ട് 3 അടി മാത്രമേ വേണ്ടൂ എന്ന് ഭഗവാൻ. അങ്ങനെ അവസാനം ആ 3 അടി മണ്ണ് ദാനം ചെയ്യാനായിട്ട് ബലി പുറപ്പെടുന്നു. ശുക്രമഹർഷി തടയുന്നു. ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. ഈ വിഷ്ണുവിനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാണ്ടാവും, നീ അസത്യം പറയുന്നവനാവും എന്നൊക്കെ പറഞ്ഞ് ഈ ദാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശുക്രമഹർഷി ശ്രമിക്കുന്നു. പക്ഷേ ഈ ഭക്തനായ സത്യസന്ധനായ ധർമ്മിഷ്ഠനായ ബലി അതിൽ നിന്ന് പിന്മാറണില്ല. സാക്ഷാൽ ഭഗവാനാണ് എന്നറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ കണ്ണ് വിടരുകയാണ്. സന്തോഷം, അദ്ദേഹത്തിൻ്റെ ആനന്ദം ഇരട്ടിക്കുകയാണ്. തൻ്റെ മുമ്പിൽ ദാനം സ്വീകരിക്കാനായിട്ട് വന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഗുരുനാഥ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഭഗവാൻ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുക, അത് വലിയ ഭാഗ്യമാണ്. അങ്ങനെ എല്ലാം സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു ബലിചക്രവർത്തി. ആ സന്ദർഭത്തിൽ ഗുരുനാഥന് ദേഷ്യം വന്നു. അങ്ങനെ തന്നെ ധിക്കരിക്കുന്ന തൻ്റെ ശിഷ്യനെ ഗുരുനാഥൻ ശപിച്ചു, ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെടട്ടെ എന്ന്. ഇങ്ങനെ ശപിച്ചിട്ടും തൻ്റെ സർവസ്വവും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ വാക്കിൽ നിന്ന് ലേശം പോലും ബലി പിന്മാറിയില്ല. അതാണ് ബലിയുടെ യോഗ്യത. സത്യാന്ന ചലിതോ മഹാൻ. സത്യത്തിൽ നിന്ന് ലേശം പോലും പിന്മാറിയില്ല. ഗുരുനാഥൻ പറയാണ്, കളവ് പറഞ്ഞോളൂ, അധർമ്മം ചെയ്തോളൂ എന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ടും ചുറ്റും കൂടിയിരുന്നവരൊക്കെ പറഞ്ഞിട്ടും ഈ മഹാത്മാവ് കളവ് പറഞ്ഞില്ല. അതാണ് ഈ ബലിയുടെ യോഗ്യത. അതുവരെയും ബലി എന്നായിരുന്നു പേരെങ്കിൽ ഇപ്പോൾ ദാ സത്യാന്ന ചലിതോ മഹാൻ, മഹാബലിയായി മാറി. സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആ ജീവിതം, അതാണ് ബലിയുടെ ജീവിതം. അതാണ് ബലിയെ മഹാബലിയാക്കി മാറ്റിയത്. എല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ഗുരുനാഥൻ തന്നെ ഉപദേശിച്ചിട്ടും, വാക്ക് മാറ്റിക്കോളൂന്ന് ഗുരുനാഥൻ തന്നെ ഉപദേശിച്ചിട്ടും അദ്ദേഹം മാറ്റിയില്ല. തൻ്റെ സർവസ്വവും ആ ഭഗവാനെ സമർപ്പിക്കുന്നു. ആ ദാനം അങ്ങോട്ട് കിട്ടിയ അവസരത്തിൽ വാമനമൂർത്തി ത്രിവിക്രമ രൂപം സ്വീകരിക്കുകയാണ്. അങ്ങനെ ബലിക്ക് ദർശനം കൊടുത്തു. ത്രിവിക്രമനായിട്ട് മാറിയ ആ ഭഗവാൻ തൻ്റെ 2 അടി കൊണ്ട് എല്ലാം അളന്നു. കണക്ക് പ്രകാരം 3 അടി തരാമെന്നാണ് പറഞ്ഞത് ബലി. ഇപ്പോൾ 2 അടി കൊണ്ട് എല്ലാം അളന്നു. ഇനി 3ാമത്തെ അടി എവിടെ വയ്ക്കും? ഭഗവാൻ വീണ്ടും ചെറുതായി വാമനനായിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ബലേ, കണക്ക് പ്രകാരം 3 അടിയാണ്. ഇപ്പോൾ 2 അടി കഴിഞ്ഞു, അളന്നു. ഇപ്പോൾ 2 അടി അളന്നു, ഇനി 3ാമത്തെ അടി എവിടെ വയ്ക്കും എന്ന് ചോദിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഞെട്ടും, പരിഭ്രമിക്കും, എവിടെ വയ്ക്കും അല്ലേ? പക്ഷേ ഈ ബലി പരിഭ്രമിച്ചില്ല. ബലി പറയുകയാണ്, ഭഗവാനെ, ഇനി അങ്ങ് വലുതാവില്ല എങ്കിൽ അങ്ങയുടെ ആ കുഞ്ഞിക്കാല് ഇവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞ് തലയങ്ങോട്ട് കുനിച്ചു. ഈ ശിരസിൽ പാകാണ് അങ്ങയുടെ ആ കുഞ്ഞിക്കാല്. പദം തൃതീയം കുരു ശീർഷ്ണി മേ നിജം. ആ 3ാമത്തെ അടി എൻ്റെ ഈ ശിരസിൽ വെച്ചോളൂ. 2 അടി കൊണ്ട് ബലിയുടേത് മുഴുവൻ ഭഗവാൻ എടുത്തു. 3ാമത്തെ അടി ബലിയെ തന്നെ ഭഗവാൻ എടുത്തു. അതാണ് എൻ്റേത് മുഴുവൻ കൊടുത്തു ബലി. പോരാ, അതുപോരാ, ഞാൻ അതും കൊടുക്കണം. മമത പോരാ, അഹന്തയും വെടിയണം, എന്നാലേ ഭഗവാനെ കിട്ടൂ എന്ന് കാണിക്കുകയാണ്. ഇവിടെ ബലിക്ക് പറ്റിയ തെറ്റ് ഇതെല്ലാം എൻ്റേതെന്ന് വിചാരിച്ചു. ഭഗവാന്റേതായ ഈ 3 ലോകങ്ങളും തൻ്റേതാണെന്ന് കരുതി. എന്നിട്ടാണ് എന്ത് വേണമെന്ന് ചോദിച്ചത്. ഇപ്പോൾ ബലിക്ക് മനസ്സിലായി, തൻ്റെ സത്യമാക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അത് ഭഗവാനെ സാധിക്കുള്ളൂ. താൻ പറഞ്ഞ വാക്ക് സത്യമാക്കാൻ തനിക്ക് പറ്റില്ല. ഇനി ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ സത്യമാക്കാം, അത്രേ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ സത്കർമ്മം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, നമ്മളുടെ കേമത്തല്ല. അതിൻ്റെ മുകളിലും അഭിമാനിക്കരുത്. ഇവിടെ ലേശൊരു സാത്വികാഹങ്കാരം ബലിക്കുണ്ടായി. താൻ വലിയ ദാനശീലനാണ്, തനിക്ക് ധാരാളം ദാനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരം. അതും ശരിയല്ല. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിക്കുന്നുവല്ലോ എന്നേ വിചാരിക്കാവൂ. ഇവിടെ ബലി പറഞ്ഞു, ഭഗവാൻ 3ാമത്തെ അടിയായിട്ട് അടിയനെ തന്നെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ്
ആ തല കുനിക്കുന്നു, ശിരസ് കുനിക്കുന്നു. ആ പാദം ഭഗവാൻ ആ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നു. ആ അഹങ്കാരം പൂർണ്ണമായിട്ട് നശിച്ച ആ ബലിയെ കണ്ട് പ്രഹ്ലാദൻ ഓടി വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. നന്നായി ഭഗവാനെ, അങ്ങ് ധാരാളം ഐശ്വര്യം കൊടുത്തു, അവൻ അഹങ്കരിച്ചു. ഇപ്പോൾ ദാ ഭഗവാൻ ആ ഐശ്വര്യങ്ങൾ തിരിച്ചെടുത്ത് അവനെ അനുഗ്രഹിച്ചു, നന്നായി എന്ന് പറയണു. പത്നിയായിട്ടുള്ള വിന്ധ്യാവലി വന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. അങ്ങനെ അഹങ്കാരം തീർത്ത് ആ ബലിയെ സ്വർഗവാസികൾ പോലും മോഹിക്കുന്ന സുതലം എന്ന സ്ഥലത്തേക്ക് ഭഗവാൻ ദാ പറഞ്ഞയക്കുന്നു. ഈ ഭക്തനായ ബലിയുടെ കാവൽക്കാരനായിട്ട് ഭഗവാൻ ദാ അവിടെ നിൽക്കുകയാണ്. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഭക്തദാസനായും കൊണ്ട് വാമനമൂർത്തി കഴിയുന്നു ഈ ബലിയുടെ ദാസനായിട്ട്. ഭഗവാന്റെ ഈ പ്രത്യേക അനുഗ്രഹം കിട്ടിയ തൻ്റെ ആ പേരക്കുട്ടിയുടെ ഭാഗ്യം കണ്ട് പ്രഹ്ലാദൻ ദാ ആനന്ദ നൃത്തം ചെയ്യുകയാണ്. അസുരഗുരുവായിട്ടുള്ള ശുക്രമഹർഷിയോട് ഈ യാഗം പൂർത്തിയാക്കാൻ വേണ്ടി ഭഗവാൻ പറയുകയാണ്. ഇവിടെ ശുക്രാചാര്യരും ഭഗവാനും കൂടി ആ ബലിയുടെ മഹത്വം ലോകർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായത്. അതാണ് ഈ വാമനാവതാര കഥ. അതല്ലാതെ ചവിട്ടിത്താഴ്ത്തിയ കഥയല്ല എന്നർത്ഥം. പലപ്പോഴും നമ്മൾ അങ്ങനെ ധരിച്ചത്, ബലിയെ ചവിട്ടിത്താഴ്ത്തിയെന്ന്. അല്ല, ഭഗവാൻ അനുഗ്രഹിച്ചു. ആ ബലിയുടെ ദാസനായി, ഭക്തദാസനായിട്ട് കഴിഞ്ഞ ആ ഭഗവാനെ ഒരിക്കലും ബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞ് അപമാനിക്കരുത്. ഭക്താനുഗ്രഹ ലീല, അതാണ് ഈ വാമനാവതാര കഥ, ബലിചരിത്രം. ഇങ്ങനെ ഇന്ദ്രൻ്റെ അനുജനായിട്ട് പറഞ്ഞതുകൊണ്ട് ഇവിടെ വാമനമൂർത്തിക്ക് ഉപേന്ദ്രൻ എന്നൊരു പേരും കിട്ടി. വാമനചരിത്രം, ഈ വാമനാവതാര കഥ, ബലിചരിത്രം അത് പഠിക്കുന്നവർക്ക് ഭക്തി വർദ്ധിക്കും, സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും. പിതൃകർമ്മങ്ങളിലൊക്കെ ഈ ഭാഗം പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എന്ന് ഫലശ്രുതി. പിന്നീടൊരു അധ്യായത്തിൽ മത്സ്യാവതാരം കൂടി സൂചിപ്പിക്കുകയാണ്. ബ്രഹ്മാവ് ഉറങ്ങിപ്പോയ സമയത്ത് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദം തട്ടിക്കൊണ്ടുപോയി ഹയഗ്രീവൻ എന്ന അസുരൻ. ആ ഹയഗ്രീവനെ കുത്തിക്കൊന്ന് ആ വേദം ബ്രഹ്മദേവന് തന്നെ തിരിച്ചു കൊടുത്ത് ബ്രഹ്മദേവനെ കൃതാർത്ഥനാക്കി ആ മത്സ്യാവതാരമൂർത്തി എന്ന് പറഞ്ഞ അർത്ഥം, നമ്മളും ഈ വേദത്തിൻ്റെ നേരെ, ഈ ശാസ്ത്രത്തിൻ്റെ നേരെയുള്ള ഈ ഉറക്കം അതൊരിക്കലും പാടില്ല. കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അറിവ് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ട് ഉണർന്നിരുന്ന് ശാസ്ത്രം പഠിക്കണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഈ മത്സ്യാവതാര കഥ. അങ്ങനെയാണ് ആ അഷ്ടമസ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. പിന്നീട് നവമസ്കന്ധം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടി 2 വംശങ്ങളുടെ കഥ, അനവധി രാജാക്കന്മാരുടെ കഥ. ഇടയ്ക്ക് ഭഗവാന്റെ കഥ വർണ്ണിക്കും, ഇടയ്ക്ക് ഭഗവത് ഭക്തന്മാരുടെ കഥ വർണ്ണിക്കും. ഇങ്ങനെ സൂര്യവംശവും ചന്ദ്രവംശവും വർണ്ണിക്കുന്നു ഈ നവമസ്കന്ധത്തിൽ.